ഹായ് ഹലോ മക്കളെ, എല്ലാ മക്കൾക്കും എഡ്യൂമേറ്റിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ ബേസിക് സയൻസിലെ 2ാമത്തെ ചാപ്റ്റർ ആണ്. മാർവൽ ഓഫ് ദ മാഗ്നറ്റിക് റെയിൽവേ എന്നുള്ള ചാപ്റ്റർ ആണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. അതിൽ മാഗ്നറ്റിനെ കുറിച്ച്, മാഗ്നറ്റിന്റെ സ്പെഷ്യാലിറ്റീസിനെ കുറിച്ച്, മാഗ്നറ്റിന്റെ മറ്റു ചില ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 6th സ്റ്റാൻഡേർഡിലെ മക്കളുടെ എല്ലാ സബ്ജക്ട്സും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് STD6 ന്യൂ സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഒബ്സർവ് ദിസ് ഇമേജസ്. ആർ ഇൻ ദീസ് ഒബ്ജക്ട്സ് ഫെമിലിയർ ടു യു? റൈറ്റ് ഡൗൺ വാട്ട് ദേ ആർ. നമുക്കിവിടെ 3 പിക്ചേഴ്സ് തന്നിട്ടുണ്ട് മുകളിൽ. ഈ പിക്ചേഴ്സ് എന്തൊക്കെയാണെന്ന് മക്കൾക്കറിയോ? ഫസ്റ്റ് വൺ പെൻസിൽ ബോക്സ് ആണ്, സെക്കൻഡ് വൺ പേഴ്സ് ആണ്, തേർഡ് വൺ ഈസ് ഫ്ലിപ്പ് കവർ ഓഫ് മൊബൈൽ ഫോൺ. അപ്പോൾ മൊബൈൽ ഫോണിൻ്റെ നമ്മളിങ്ങനെ തുറക്കി അടയ്ക്കുകയും ചെയ്യുന്ന കവറാണ് അല്ലേ, അല്ലെങ്കിൽ പൗച്ചാണ്. വെൻ ദീസ് തിങ്സ് ആർ ക്ലോസ്ഡ് വൈ ഡു ദേ സ്റ്റിക്ക് ടുഗെദർ സോ ഈസിലി? ഈ സംഭവങ്ങളൊക്കെ അടയ്ക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടല്ലേ? ഹാവൻ യു നോട്ടീസ് ദിസ്? വാട്ട് വുഡ് ബി ദ റീസൺ ഫോർ ദിസ്? ഇതിനുള്ള കാരണം എന്തായിരിക്കാം? Magnets are used as locks in pencil box, purse, flip cover of mobile phones, etc. ഇതിലെല്ലാം മാഗ്നറ്റുകളാണ് അവർ ലോക്കുകളായിട്ട് ഉപയോഗിക്കുന്നത്. Here, a small magnet is used on one side and a small piece of iron is used on the other side. When they come closer, they stick together. ഇതിൻ്റെ ഈ കവറിൻ്റെ, പെൻസിൽ ബോക്സിൻ്റെയും പേഴ്സിൻ്റെയും ഫോണിൻ്റെ കവറിൻ്റെ എല്ലാം ഒരു ഭാഗത്തൊരു ചെറിയ മാഗ്നറ്റും മറുഭാഗത്തൊരു ചെറിയ ഇരുമ്പിൻ്റെ കഷ്ണവുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവ രണ്ടും അടുത്ത് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇവ ഒട്ടിപ്പിടിക്കുന്നു. വാട്ട് വിൽ ഹാപ്പൺ ഇഫ് യു ബ്രിങ് എ പിൻ നിയർ ദ ക്ലോസിംഗ് പാർട്സ് ഓഫ് ദീസ് ഒബ്ജക്റ്റ്? ഈ ഒബ്ജക്റ്റിൻ്റെ അടുത്തേക്ക് ഒരു പിന്ന് കൊണ്ടുവരികയാണെങ്കിൽ എന്താ ഉണ്ടാവുക? ഒരു മൊട്ടുസൂചി കൊണ്ടുവരികയാണെങ്കിൽ ദേ വിൽ അട്രാക്ട് ഈച്ച് അതർ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. There may be magnet in your house too. നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ മാഗ്നറ്റ്സ് ഉണ്ടാവാം. ഡു യു ഹാവ് മാഗ്നറ്റ്സ് ഇൻ യുവർ സയൻസ് കിറ്റ്? നിങ്ങളുടെ സയൻസിൽ മാഗ്നറ്റ് കാണുന്നുണ്ടോ മക്കളെ? വേർ ഡിഡ് യു കളക്ട് ദം ഫ്രം? അത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? മാഗ്നറ്റ് കിട്ടുന്ന നമുക്ക് പല സ്ഥലത്തൊന്നും ശേഖരിക്കാനായിട്ട് പറ്റും അല്ലേ? ടേക്ക് എ മാഗ്നറ്റ് ഫ്രം ദ സയൻസ് കിറ്റ്. നിങ്ങളുടെ സയൻസ് കിറ്റിൽ നിന്ന് ഒരു മാഗ്നറ്റ് എടുക്കുക. അറ്റാച്ച് എ സ്റ്റീൽ ജം ക്ലിപ്പ് ടു ഇറ്റ്. അതിലേക്ക് ഒരു സ്റ്റീൽ ജം ക്ലിപ്പ് അടുപ്പിക്കുക. ഡസ് ദ ക്ലിപ്പ് ഫോൾ ഇഫ് യു റിലീസ് യുവർ ഹാൻഡ്? നിങ്ങളുടെ കൈ വിടുന്ന സമയത്ത് ആ ജം ക്ലിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? ആ മാഗ്നറ്റിലേക്ക് വീഴുന്നുണ്ട് അല്ലേ? ആഡ് അനദർ ക്ലിപ്പ് ടു ഇറ്റ്. ലെറ്റ്സ് സീ ഹൗ മെനി ക്ലിപ്സ് ക്യാൻ ബി ഹങ് ബൈ അപ്പ് ലൈക്ക് ദിസ്. എന്നിട്ട് ആ ജം ക്ലിപ്പിലേക്ക് വേറൊരു ജം ക്ലിപ്പ് കൂടെ വെക്കുക. അങ്ങനെ കൂട്ടിച്ചേർത്ത് എത്ര ജം ക്ലിപ്സ് വെക്കാനായിട്ട് പറ്റും എന്ന് നോക്കുക. ഷോൾ വി ഹാവ് എ കോമ്പറ്റീഷൻ? ടേക്ക് ദ ഫോളോയിങ് മെറ്റീരിയൽസ് ഫ്രം യുവർ സയൻസ് കിറ്റ്. നമുക്ക് ഇതുപോലെ ഒരു കോമ്പറ്റീഷൻ നടത്താം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ പറയുന്ന ഈ സംഭവങ്ങളൊക്കെ എടുക്കുക. എന്തൊക്കെയാണ്? ഒരു മാഗ്നറ്റ്, ജം ക്ലിപ്സ് കുറച്ച് തോനെ എടുക്കുക, പിന്നെ പിന്ന് വേണം, നെയിൽ വേണം. അതിനുശേഷം എക്സ്പെരിമെൻ്റ് എങ്ങനെയാണ് മക്കളെ ചെയ്യേണ്ടത് നോക്കിക്കേ. ഫസ്റ്റ് ടേക്ക് ദ ജം ക്ലിപ്സ് ആൻഡ് ദ മാഗ്നറ്റ്. ആദ്യം ജം ക്ലിപ്പും മാഗ്നറ്റും എടുക്കുക. ദെൻ അറേഞ്ച് ദം വൺ ബിലോ ദ വൺ ആസ് ഷോൺ ഇൻ ദ ഫിഗർ അബവ്. എന്നിട്ട് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒന്നിനെ പുറകെ ഒന്നായിട്ട് ഇങ്ങനെ മാഗ്നറ്റിലേക്ക് ഇങ്ങനെ തൂക്കി ഇട്ട് കൊണ്ടുവരിക. ട്രൈ ടു മേക്ക് എ ചെയിൻ. ഒരു ചെയിൻ ആക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക. ഹു മേഡ് ദ ലോങ്സ്റ്റ് ചെയിൻ? ഹൗ മെനി ജം ക്ലിപ്സ് ആർ ദെയർ ഇൻ ദ ചെയിൻ? അതിൽ ഏറ്റവും നീളം കൂടിയ ചെയിൻ ആരാണ് ഉണ്ടാക്കിയത് എന്ന് നോക്കുക. അവർ എത്ര ജം ക്ലിപ്സ് യൂസ് ചെയ്തു എന്നും പറയണേ. ഡോണ്ട് വി യൂഷ്വലി ഹാവ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബീഡ്സ് ഇൻ എ ചെയിൻ? നമുക്കൊരു മാലയിൽ വ്യത്യസ്ത തരത്തിലുള്ള ബീഡ്സ്, മുത്തുകളായിരിക്കും അല്ല ഉണ്ടാവുക. സിമിലർലി ഹിയർ, വാട്ട് ഇഫ് യു യൂസ് ജം ക്ലിപ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്, പിൻസ്, നെയിൽസ്, എക്സെട്ര? ചെക്ക് ഹു ഹാസ് മെയ്ഡ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ചെയിൻ. എന്നിട്ട് ഇത് നിങ്ങൾക്ക് വ്യത്യസ്ത നിറത്തിലും ഷേപ്പുകളിലും ഒക്കെയുള്ള പിൻസും നെയിൽസും എല്ലാം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ആരാണോ അവരായിരിക്കും വിന്നർ. അങ്ങനെ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഈ കോമ്പറ്റീഷൻ നടത്താം. മാജിക് വിത്ത് എ മാഗ്നറ്റ്. ഇനി മാഗ്നറ്റ് ഉപയോഗിച്ചിട്ട് ഒരു മാജിക് നടത്തിയാലോ മക്കളെ? ഷോൾ വി പെർഫോം എ മാജിക് ഇൻ ക്ലാസ്? മെറ്റീരിയൽസ് റിക്വയർഡ്. അതിന് വേണ്ട മെറ്റീരിയൽസ്: എ പേപ്പർ വിത്ത് എ പിക്ചർ ഓഫ് എ ബട്ടർഫ്ലൈ. ഒരു ബട്ടർഫ്ലൈയുടെ ചിത്രം വരച്ചിട്ടുള്ള ഒരു പേപ്പർ, സേഫ്റ്റി പിന്ന്, മാഗ്നറ്റ്, ചാർട്ട് പേപ്പർ. എങ്ങനെയാണ് മാജിക് നടത്തേണ്ടത്? കട്ട് ഔട്ട് ദ പിക്ചർ ഓഫ് എ ബട്ടർഫ്ലൈ. നമ്മൾ ആ ചാർട്ട് പേപ്പറിലൊരു ബട്ടർഫ്ലൈയുടെ പിക്ചർ വരച്ചിട്ട് ആ പേപ്പർ കട്ട് ഔട്ട് ചെയ്യുക. അതിൽ നിന്ന് മുറിച്ചെടുക്കുക. അറ്റാച്ച് എ സേഫ്റ്റി പിൻ ടു ദ ബാക്ക് ഓഫ് ദ പിക്ചർ സോ ദാറ്റ് ഇറ്റ് റിമെയിൻസ് ഹിഡൻ. എന്നിട്ട് ഒരു മുട്ടുസൂചി നിങ്ങൾ അതിൻ്റെ പുറകിലായിട്ട് ഒട്ടിച്ച് വെക്കുക. അപ്പോൾ എന്ത് ചെയ്യും? അത് മുട്ടസൂചി ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. പ്ലേസ് ഇറ്റ് ഓൺ എ ചാർട്ട് പേപ്പർ. അതൊരു ചാർട്ട് പേപ്പറിൽ വെക്കുക. ട്രൈ മൂവിങ് എ മാഗ്നറ്റ് ബിലോ ദ ചാർട്ട് പേപ്പർ. എന്നിട്ട് ഈ ചാർട്ട് പേപ്പറിൻ്റെ പുറകിലൂടെ ഒരു മാഗ്നറ്റ് ഇങ്ങനെ മൂവ് ചെയ്യിക്കുക.
ഡസൻ ദ ബട്ടർഫ്ലൈ മൂവ് ആസ് യു മൂവ് ദ മാഗ്നറ്റ്. അപ്പോൾ നിങ്ങൾ ഈ മാഗ്നറ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ബട്ടർഫ്ലൈയും ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. വാട്ട് ഹാപ്പൻസ് വെൻ യു ടേക്ക് അവേ ദ മാഗ്നറ്റ്? നിങ്ങൾ ആ മാഗ്നറ്റ് എടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക? മാഗ്നറ്റ് റിമൂവ് ചെയ്യുമ്പോൾ ബട്ടർഫ്ലൈ എന്ത് ചെയ്യുന്നില്ല, മൂവ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചലിക്കുന്നില്ല. ട്രൈ ദിസ് വിത്ത് അതർ പിക്ചേഴ്സ്. ഇതുപോലെ ബട്ടർഫ്ലൈക്ക് പകരം വേറെയും പിക്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ മാജിക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഹോൾഡ് ദ ചാർട്ട് പേപ്പർ വെർട്ടിക്കലി ആൻഡ് പെർഫോം ദിസ് മാജിക് ബിഫോർ യുവർ പാരൻസ്. നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിനും ഈ മാജിക് കാണിച്ചു കൊടുക്കാം. ദസ് യു ടു ക്യാൻ ബിക്കം എ മജീഷ്യൻ. പെയിൻറ്റിങ് യൂസിങ് എ മാഗ്നറ്റ്. ഇനി മാഗ്നറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് പെയിൻറ്റിങ്ങും ചെയ്യാം, കളറിങ്ങും ചെയ്യാം. എങ്ങനെയാണ്? ലെറ്റ്സ് ഡ്രോ എ പിക്ചർ യൂസിങ് എ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റ് വെച്ചിട്ട് നിങ്ങളൊരു പിക്ചർ വരയ്ക്കാം. വാട്ട് മെറ്റീരിയൽസ് ഡു വി നീഡ് ടു ഡ്രോ ദിസ് പിക്ചർ? ഈ പിക്ചർ വരയ്ക്കാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ് മക്കളെ? എ പേപ്പർ പ്ലേറ്റ്, ഒരു പേപ്പർ പ്ലേറ്റ്, പിന്നെ ആക്രലിക് പെയിൻറ്റ് അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻറ്റ്, അതും അല്ലെങ്കിൽ പോസ്റ്റർ കളർ. ഓക്കെ, സ്മോൾ മെറ്റൽ ബോൾസ്, ചെറിയ ചെറിയ മെറ്റൽ ബോൾസും പിന്നെ ഒരു മാഗ്നറ്റും. മെറ്റൽ ബോൾസ് ഇല്ലെങ്കിൽ ജം ക്ലിപ്സ് ആയാലും മതി കേട്ടോ. ലെറ്റ് സ്റ്റാർട്ട് പെയിൻറ്റിങ്. ഇനി എങ്ങനെയാണ് തുടങ്ങുക മക്കളെ പെയിൻറ്റിങ്? Put some drops of different color paints at various parts of the plate. Place 4 or 5 small metal balls on the plate. Move the magnet underneath the plate. What do you observe? ഇനി എന്താ ചെയ്യേണ്ടത് മക്കളെ? ഈ പ്ലേറ്റിലായിട്ട് നിങ്ങൾ പേപ്പർ പ്ലേറ്റിലായിട്ട് എന്ത് ചെയ്യുക? കുറച്ച് പെയിൻറ്റ്സ് അവിടെ ഇവിടേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഒരു 4-5 കളേഴ്സ് പെയിൻറ്റ് ആക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് മെറ്റൽ ബോളുകൾ ഇടുക. എന്നിട്ട് ഈ പ്ലേറ്റിൻ്റെ താഴെ ഒരു മാഗ്നറ്റ് വെച്ചിട്ട് ഈ മാഗ്നറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുക. അപ്പം എന്താവും? ഈ മെറ്റൽ ബോൾസ് മാഗ്നറ്റും തമ്മിൽ അട്രാക്ട് ചെയ്തിട്ട് ഈ പെയിൻറ്റിങ് കളറ് അവിടെ ഇവിടെയൊക്കെ കളറ് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഡോൺ ദ ബോൾസ് മൂവിങ് ഓവർ ദ പെയിൻറ്റ് ക്രിയേറ്റ് സം പാറ്റേൺസ്. അതിൽ നിന്ന് നമുക്കൊരു പാറ്റേൺ, ഒരു പെയിൻറ്റിങഗ് പാറ്റേൺ തന്നെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഗിവ് ബോർഡേഴ്സ് ടു ദിസ് പിക്ചേഴ്സ് ആൻഡ് മേക്ക് ഇറ്റ് ബ്യൂട്ടിഫുൾ. എക്സ്ചേഞ്ച് ദിസ് എമംഗ് ഫ്രണ്ട്സ് ആൻഡ് അസസ് ദം. എന്നിട്ട് നിങ്ങൾ ഈ പേപ്പർ പ്ലേറ്റിനൊരു ബോർഡറൊക്കെ വരച്ചിട്ട് നിങ്ങളെ ഫ്രണ്ട്സിന് അങ്ങോട്ടും കൂടെ ഒക്കെ ഷെയർ ചെയ്യുക. എന്ത് ചെയ്യുക? ആരുടെയാണ് നല്ല മനോഹരമായിട്ടുള്ള പിക്ചർ എന്ന് നോക്കുക. വിൽ എ മാഗ്നറ്റ് അട്രാക്ട് ഓൾ ഒബ്ജക്ട്സ്? ലെറ്റ്സ് ഡു എൻ എക്സ്പെരിമെൻറ്റ്. ഇപ്പം നമ്മൾ മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുന്നതാണല്ലേ പഠിച്ചത്. ഈ മാഗ്നറ്റ് എല്ലാ വസ്തുക്കളെയും അട്രാക്ട് ചെയ്യോ? എല്ലാ ഒബ്ജക്ട്സിനെയും അട്രാക്ട് ചെയ്യോ? നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. ഒബ്ജക്ട്സ് അട്രാക്റ്റഡ് ആൻഡ് നോട്ട് അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്. Which are the objects attracted by a magnet? Take the available items from the science kit and do the activity. Tabulate your findings. അപ്പോൾ നിങ്ങളുടെ സയൻസ് കിറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ എടുക്കുക. ഒരു മാഗ്നറ്റും എടുക്കുക. എന്നിട്ട് ഈ മാഗ്നറ്റ് നിങ്ങൾ അടുപ്പിച്ചിട്ട് ഈ മെറ്റീരിയൽസിനോട് അടുപ്പിച്ചിട്ട് ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ ഒബ്ജക്ട്സ് ആണ് മാഗ്നറ്റിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്, ഏതൊക്കെയാണ് അട്രാക്ട് ചെയ്യാത്തത് എന്നുള്ളത് എഴുതുക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്, നോട്ട് അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്, അങ്ങനെ 2 ടേബിൾ ആക്കിയിട്ട് തന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് മക്കൾക്ക് തരുന്നുണ്ടേ. ആദ്യം മാഗ്നറ്റിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ഒബ്ജക്ട്സിന് എക്സാമ്പിൾ ആണ് നെയില്, ഹിഞ്ചസ്, സേഫ്റ്റി പിന്ന്, സ്ക്രൂ ഡ്രൈവർ, സ്റ്റാപ്ലർ പിൻസ്, കോമ്പസ്, ബോൾ പിൻസ്, ജം ക്ലിപ്സ്, പിന്നെ നൈഫ്സ് മെയ്ഡ് ഓഫ് അയൺ, നിക്കൽ കോയിൻസ് തുടങ്ങിയവയൊക്കെ. ഇനി മാഗ്നറ്റിലേക്ക് അട്രാക്ട് ചെയ്യാത്ത ഒബ്ജക്ട്സ് ആണ് ഗോൾഡ്, സിൽവർ, ക്ലോത്ത്, പേപ്പർ, വുഡ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ, അലൂമിനിയം വയർ, കോപ്പർ വയർ, പ്ലാസ്റ്റിക്, റബ്ബർ, ഗ്ലാസ് തുടങ്ങിയിട്ടുള്ളവ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുന്നതും മാഗ്നറ്റ് അട്രാക്ട് ചെയ്യാത്ത ഒബ്ജക്ട്സും ഉണ്ടല്ലേ. Magnetic substances and non-magnetic substances. Magnetic substances are those that are attracted by a magnet. അപ്പോൾ ഇത്തരത്തിൽ മാഗ്നറ്റിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ഒബ്ജക്ട്സിനെ നമ്മൾ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഒബ്ജക്ട്സ് എന്നാണ് വിളിക്കുക. അയൺ, നിക്കൽ, കൊബാൾട്ട് എക്സെട്ര ആർ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. മാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആണ് അയണും നിക്കലും കൊബാൾട്ടും ഒക്കെ. നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആർ ദോസ് വിച്ച് ആർ നോട്ട് അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്. ഇനി ഒരു മാഗ്നറ്റിലേക്ക് അട്രാക്ട് ചെയ്യാത്ത ഒബ്ജക്ട്സിനെ നമ്മൾ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്നാണ് വിളിക്കുക. പേപ്പർ, പ്ലാസ്റ്റിക്, ഗോൾഡ്, വുഡ്, സിൽവർ എക്സെട്ര ആർ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. പേപ്പറും പ്ലാസ്റ്റിക്കും ഗോൾഡും വുഡും ഒക്കെ എന്താണ്? നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആണ്, അതായത് മാഗ്നറ്റ് അട്രാക്ട് ചെയ്യില്ല. എക്സാമിൻ മോർ ഒബ്ജക്ട്സ് ആൻഡ് ക്ലാസിഫൈ ദം ആസ് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആൻഡ് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഇനി ഇതുപോലെ തന്നെ മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെയും നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസിനെയും നിങ്ങൾ എന്ത് ചെയ്യാം? ടാബുലേറ്റ് ചെയ്ത് എഴുതണം. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയില്ലേ, അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റും നോട്ട് അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റും, ആ സെയിം സംഭവം തന്നെ ഇതിലും എടുത്തെഴുതിയാൽ മതി കേട്ടോ. അട്രാക്റ്റഡ് ഒബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്, നോട്ട് അട്രാക്റ്റഡ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. മാഗ്നറ്റിക് ഫോഴ്സ് അറ്റ് ദ പോൾസ്. ഇനി പോൾസിൽ, അതായത് അഗ്രഭാഗത്ത് അല്ലെങ്കിൽ അറ്റങ്ങളിലുള്ള മാഗ്നറ്റിക് ഫോഴ്സിനെ കുറിച്ചാണ് നോക്കുന്നത്. ബ്രിങ് ദ ടിപ്പ് ഓഫ് എ മാഗ്നറ്റ് നിയർ സം പിൻസ്, ദെൻ ബ്രിങ് ദ മിഡിൽ പാർട്ട് ഓഫ് ദ മാഗ്നറ്റ് നിയർ ദ പിൻസ്. ഒരു മാഗ്നറ്റും കുറച്ച് സേഫ്റ്റി പിൻസും എടുക്കാം. മുട്ട് പിൻസോ സേഫ്റ്റി പിൻസ് ഉണ്ടല്ലോ, എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഒരു മാഗ്നറ്റിൻ്റെ പോൾസിലേക്കും മിഡിൽ പാർട്ടിലേക്കും പെന്ന് കൊണ്ടുവരിക.
അപ്പം എന്താവും മക്കളെ, പോൾസിൽ കുറച്ച് നന്നായിട്ട് ഈ പിന്ന് ഒട്ടിപ്പിടിക്കുന്നതായിട്ട് കാണാൻ പറ്റും. മിഡിൽ പാർട്ടിൽ അധികം എന്താ പറയുക മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അട്രാക്ഷൻ കുറവായിരിക്കും. വിച്ച് പാർട്ട് ഓഫ് ദ മാഗ്നറ്റ് അട്രാക്ട്സ് മോർ? ഏത് കൂടുതൽ പിന്നിനെ അട്രാക്ട് ചെയ്യുന്ന പാർട്ട് ഏതാണ്? ടിപ്പ് ഓഫ് ദ മാഗ്നറ്റ് ആണ്, മാഗ്നറ്റിന്റെ അഗ്രഭാഗങ്ങളാണ്. ലെറ്റ്സ് ഡു വൺ മോർ ആക്ടിവിറ്റി ടു മേക്ക് ദിസ് മോർ ക്ലിയർ. ഒരു ആക്ടിവിറ്റി കൂടെ നമുക്ക് ചെയ്യാം. അതിന് വേണ്ട മെറ്റീരിയൽസ് ഒരു ബാർ മാഗ്നറ്റും, ബാർ മാഗ്നറ്റ് എങ്ങനെയായിരിക്കണം? റാപ്പിഡ് ഇൻ പേപ്പറിൽ പൊതിഞ്ഞിട്ടായിരിക്കണം. പിന്നെ അയൺ ഫില്ലിങ്സും ഇരുമ്പ് പൊടിയും വേണം. ബ്രിങ് ദ റാപ്ഡ് ബാർ മാഗ്നറ്റ് ക്ലോസ് ടു ദ അയൺ ഫില്ലിങ്സ്. ഈ പൊതിഞ്ഞ ബാർ മാഗ്നറ്റ് അയൺ ഫില്ലിങ്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. വോണ്ട് ദ അയൺ ഫില്ലിങ്സ് സ്റ്റിക്ക് ടു ഇറ്റ്? അപ്പോൾ ഈ ഇരുമ്പ് പൊടികളൊക്കെ ഈ മാഗ്നറ്റിൽ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ വി റാപ്പ് ദ മാഗ്നറ്റ് ഇൻ പേപ്പർ ടു മേക്ക് ഇറ്റ് ഈസിയർ ടു റിമൂവ് ദ അയൺ ഫില്ലിങ്സ് ഫ്രം ദ മാഗ്നറ്റ്. അപ്പോൾ ബാർ മാഗ്നറ്റ് നമ്മൾ പേപ്പറിൽ പൊതിഞ്ഞത് എന്തിനാണ്? നമുക്ക് ഇരുമ്പ് പൊടികൾ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. Do the iron fillings stick to all parts of the magnet in the same way? Does any part of the magnet have more iron fillings? Why does this happen? Discuss with your friends. അപ്പോൾ ഇതിൽ ഈ മാഗ്നറ്റിൽ, ബാർ മാഗ്നറ്റിൽ ഈ അയൺ ഫില്ലിങ്സ്, ഇരുമ്പ് പൊടികൾ ഒരുപോലെയാണോ വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്? അല്ല, അല്ലേ? ചില ഭാഗത്ത് അയൺ ഫില്ലിങ്സ് അധികമായിട്ട് അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, ചില ഭാഗത്ത് അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പം എന്താ മക്കളെ നമുക്ക് ഒബ്സർവേഷനായിട്ട് എഴുതാൻ പറ്റുക? മോർ അയൺ ഫില്ലിംഗ് സ്റ്റിക്ക് ടു ബോത്ത് എൻഡ്സ് ഓഫ് ദ മാഗ്നറ്റ്. മാഗ്നറ്റിൻ്റെ രണ്ട് ടിപ്പുകളിലാണ് അല്ലെങ്കിൽ എൻഡുകളിലാണ് അയൺ ഫില്ലിങ്സ് കൂടുതലായിട്ട് അട്രാക്ട് ചെയ്തിരിക്കുന്നത്. അതിനുള്ള കാരണം എന്താണ്? ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് എ മാഗ്നറ്റ് ഈസ് സ്ട്രോങ്ങർ അറ്റ് ഇറ്റ്സ് എൻഡ്സ്. ഒരു മാഗ്നറ്റിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അതിൻ്റെ രണ്ട് എൻഡുകളിൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് പോൾസിലായിരിക്കും കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക. ഇനി നമുക്ക് എന്താണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മാഗ്നറ്റിക് പോൾസ് എന്ന് നോക്കാം. മാഗ്നറ്റിക് പോൾസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ നോക്കാം കേട്ടോ. യൂഷ്വലി ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് എ മാഗ്നറ്റ് ഈസ് സ്ട്രോങ്ങർ ഇൻ ഇറ്റ്സ് എൻഡ്സ്. സാധാരണയായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ, ഒരു മാഗ്നറ്റിൻ്റെ രണ്ട് എൻഡുകളിലായിരിക്കും മാഗ്നറ്റിക് ഫോഴ്സ് കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക. ദീസ് എൻഡ്സ് വിത്ത് സ്ട്രോങ്ങർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആർ കോൾഡ് ദ മാഗ്നറ്റിക് ഫോഴ്സ്. ഇത്തരത്തിൽ മാഗ്നറ്റിക് ഫോഴ്സ് കൂടുതലായിട്ടുണ്ടായിരിക്കുക അല്ലെങ്കിൽ സ്ട്രോങ്ങർ അട്രാക്ഷൻ എബിലിറ്റി ഉണ്ടായിരിക്കുന്ന ഈ രണ്ട് എൻഡുകളെയാണ് നമ്മൾ മാഗ്നറ്റിക് പോൾസ് എന്ന് വിളിക്കുക. എവ്രി മാഗ്നറ്റിക് ഹാസ് ടു പോൾസ്. എല്ലാ മാഗ്നറ്റിനും രണ്ട് പോൾസ് ഉണ്ട്. അതായത് ഒരു മാഗ്നറ്റ് എടുത്താൽ അതിന് രണ്ട് അറ്റങ്ങൾ, രണ്ട് എൻഡുകൾ ഉണ്ടായിരിക്കുമല്ലോ, രണ്ട് അഗ്രഭാഗങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പം എല്ലാ മാഗ്നറ്റിനും രണ്ട് മാഗ്നറ്റിക് പോൾസ് ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഡസ് എ മാഗ്നറ്റ് എക്സേർട്ട് ഫോഴ്സ്? ഒരു മാഗ്നറ്റ് ഒരു ഫോഴ്സ് പ്രയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ബലം കൊടുക്കുന്നുണ്ടോ എന്നാണ് നമുക്ക് ഇനി നോക്കാനായിട്ട് പോകുന്നത്. പ്ലേസ് എ മാഗ്നറ്റ് ഓൺ എ ടേബിൾ, കീപ് എ പിൻ എ ലിറ്റിൽ അവേ ഫ്രം ദ tip of the magnet, slowly move the pin closer to the magnet. What happens to the pin when it comes closer to the magnet? Did this happen due to the force exerted by the magnet? Discuss. അപ്പോൾ ഒരു ടേബിളിലൊരു ചെറിയ മാഗ്നറ്റ് വെക്കുക. ആ മാഗ്നറ്റിൻ്റെ ടിപ്പിൽ നിന്ന്, എൻഡിൽ നിന്ന് കുറച്ച് അകലെയായിട്ടൊരു സേഫ്റ്റി പിന്ന് വെക്കുക. എന്നിട്ട് സേഫ്റ്റി പിന്ന് വെക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല അല്ലേ? എന്നിട്ട് ഈ പിന്ന് മെല്ലെ മെല്ലെ പതുക്കെ ഈ മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ടാവും മക്കളെ? ദ മാഗ്നറ്റ് വിൽ അട്രാക്ട് ദിസ് പിൻ അല്ലേ? മാഗ്നറ്റ് ആ സേഫ്റ്റി പിന്നിനെ അട്രാക്ട് ചെയ്യും, അതിനടുത്തേക്ക് വലിച്ചു കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് തോന്നും. ബിക്കോസ് എന്താണ് കാരണം? ദിസ് മാഗ്നറ്റ് എക്സേർട്ട് എ ഫോഴ്സ് അപ്പോൺ ദിസ് പിൻ. ഈ പിന്നിന് മുകളിലായിട്ട് മാഗ്നറ്റ് ഒരു ഫോഴ്സ് പ്രയോഗിക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്താ പറയുക, ഒരു കയറിട്ട് വലിച്ച് എടുക്കുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഓരോ മാഗ്നറ്റും എന്ത് ചെയ്യുന്നുണ്ട്? ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. മാഗ്നറ്റിക് ഫീൽഡ്. The force exerted by a magnet is called magnetic force. A magnetic field is the region around a magnet where magnetic force is experienced. Magnetic field is invisible. എന്താ പറഞ്ഞിട്ടുള്ള മക്കളെ? ഈ മാഗ്നറ്റ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ മാഗ്നറ്റിക് ഫോഴ്സ് എന്നാണ് വിളിക്കുക. ഈ മാഗ്നറ്റിക് ഫോഴ്സ് നമുക്ക് അനുഭവപ്പെടുന്ന, എക്സ്പീരിയൻസ് ചെയ്യുന്ന പാർട്ടിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുക. ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ള ഈ എക്സ്പെരിമെൻറ്റിൽ തന്നെ പിന്ന് മാഗ്നറ്റിൽ നിന്ന് കുറേ അകലെ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഫോഴ്സ് ഒന്നും തോന്നില്ല. എന്നാൽ പിന്നെ പതുക്കെ മാഗ്നറ്റിനടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ സമയമാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പൊസിഷൻ എത്തുമ്പോൾ മാഗ്നറ്റ് പിന്നിനെ അട്രാക്ട് ചെയ്യുന്നതായിട്ട് തോന്നുന്നു നമ്മൾ പറഞ്ഞു അല്ലേ? ആ ഏരിയയാണ്, അല്ലെങ്കിൽ ഏത് ഏരിയ മുതലാണോ ആ പെർട്ടിക്കുലർ മാഗ്നറ്റ് ആ പെർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് പിന്നിനെ അട്രാക്ട് ചെയ്യുന്ന ആ ഭാഗത്തെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുക. അതായത് മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഭാഗത്തെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുക. ഈ മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റിക് ഫോഴ്സും ഒക്കെ എന്താണ് മക്കളെ? ഇൻവിസിബിൾ ആണ്, നമുക്ക് കാണാനായിട്ട് സാധിക്കാത്തതാണ്.
നൗ ലെറ്റ്സ് ഡ്രോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഇനി നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്താണെന്ന് നോക്കാം. യു ഹാവ് ലേൺ വാട്ട് എ മാഗ്നറ്റിക് ഫീൽഡ് ഇസ്. മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചു അല്ലേ? ഹാവൻ യു ഫൗണ്ട് ഔട്ട് ദാറ്റ് മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്? ലെറ്റ്സ് ഡു എൻ എക്സ്പെരിമെൻറ്റ്. നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. അതായത് മാഗ്നറ്റിക് ഫീൽഡിൽ മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നതിനെ സംബന്ധിച്ചൊരു എക്സ്പെരിമെൻ്റ് ആണ്. അതിന് വേണ്ട സംഭവങ്ങൾ റെക്ടാങ്കുലർ ഗ്ലാസ് ഷീറ്റും ഒരു മാഗ്നറ്റും അയൺ ഫില്ലിങ്സും ആണ് കേട്ടോ. Arrange the rectangular glass sheet between the books as shown in the figure. Place a bar magnet under the glass sheet and sprinkle iron fillings on the upper side of the glass sheet. Gently tap the glass sheet if necessary. What did you observe? അപ്പോൾ നമ്മൾ ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ള പോലെ 2 പുസ്തകങ്ങൾക്കിടയിലായിട്ട് എന്ത് ചെയ്യുക, ഒരു ഗ്ലാസ് ഷീറ്റ്, ഒരു റെക്ടാങ്കുലർ ഗ്ലാസ് ഷീറ്റ് വയ്ക്കുക. എന്നിട്ടൊരു ബാർ മാഗ്നറ്റ് ഈ ഗ്ലാസ് ഷീറ്റിന് താഴെ വെക്കുക. എന്നിട്ട് കുറച്ച് ഇരുമ്പ് പൊടികൾ ഗ്ലാസ് ഷീറ്റിന് മുകളിലായിട്ട് വിതറുക. അപ്പോൾ നമുക്ക് ഇരുമ്പ് പൊടി ഒരു പ്രത്യേക രീതിയിൽ എന്താ പറയുക ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏകദേശം നമുക്കിതാ ഈ പിക്ചർ കണ്ടോ, ഈ പിക്ചർ പോലെ തന്നെ ഫില്ലിങ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. Aren't the iron fillings arranged in a specific pattern? അതായത് ഇതൊരു പ്രത്യേക പാറ്റേണിലാണ്. നിങ്ങൾ ഇത് എങ്ങനെ ചെയ്യുകയാണെങ്കിലും അയൺ ഫില്ലിങ്സ് അല്ലെങ്കിൽ ഇതേ രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക എന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ദിസ് അറേഞ്ച്മെന്റ് ഇൻഡിക്കേറ്റ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഇതാണ് ഈ അറേഞ്ച്മെന്റ്സിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് വിളിക്കുക. ദിസ് ഈസ് എ പാർട്ട് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഇതൊരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഭാഗമാണ്. ഡ്രോ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് യു ഹാവ് ഒബ്സർവ്ഡ്. നിങ്ങൾ ഒബ്സർവ് ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏകദേശം ഇതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഫീൽഡ് ലൈൻസും വരിക. ദർ ആർ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിൽ മാത്രമേ നമുക്ക് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കാണാനായിട്ട് സാധിക്കൂ. അതായത് മാഗ്നറ്റ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന റീജിയനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുക. അവിടെ മാത്രമേ നമുക്ക് ഇതുപോലെ അയൺ ഫിലിംസ് ആയാലും എന്തായാലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതായിട്ട് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ബോത്ത് ഓഫ് ദം ആർ ഇൻവിസിബിൾ. ഇത് രണ്ടും എന്താണ്, മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും ഒക്കെ എന്താണ്, കാണാൻ പറ്റാത്തതാണ് കേട്ടോ. ഒബ്സർവ് ദി ഫിഗർ. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ഹൗ ടു ഡ്രോ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്? മേക്കിംഗ് എ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഇനി പറഞ്ഞിട്ടുള്ളത്. മാഗ്നറ്റ്സ് ആർ മെയ്ഡ് യൂസിങ് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. മാഗ്നറ്റിക് സബ്സ്റ്റൻസ് യൂസ് ചെയ്തിട്ടാണ് മാഗ്നറ്റ് ഉണ്ടാക്കുക. ആൻ അലോയ് കോൾഡ് അൽനിക്കോ, എ മിക്സ്ചർ ഓഫ് അലൂമിനിയം, നിക്കൽ ആൻഡ് കൊബാൾട്ട് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അലോയ് ആണ് അൽനിക്കോ. അൽനിക്കോ എന്ന് പറയുന്നത് അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട് ഈ 3 എന്താണ്, മിക്സ്ചർ ആണ്, അതായത് സങ്കരമാണ് എന്ത് അൽനിക്കോ എന്ന് പറയുന്നത്. മെനി അതർ മെറ്റീരിയൽസ് ആർ ഓൾസോ യൂസ്ഡ് ഫോർ മേക്കിംഗ് മാഗ്നറ്റ്. ഇനി അൽനിക്കോ മാത്രമല്ല വേറെയും മെറ്റീരിയൽസ് യൂസ് ചെയ്ത് മാഗ്നറ്റ്സ് ഉണ്ടാക്കാറുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റ്സ് മെയ്ഡ് ഓഫ് സെമേറിയം, കൊബാൾട്ട്, ഫെറിറ്റ്, റബ്ബർ ആൻഡ് നിയോഡിമിയം ഓൾസോ എക്സിസ്റ്റ്. അതുപോലെ സെമേറിയം, കൊബാൾട്ട്, ഫെറിറ്റ്, റബ്ബറും പിന്നെ നിയോഡിമിയം ഒക്കെ വെച്ചിട്ട് മാഗ്നറ്റ്സ് ഉണ്ടാക്കാറുണ്ട്. എമംഗ് ദിസ് നിയോഡിമിയം മാഗ്നറ്റ്സ് ആർ ദ സ്ട്രോങ്കസ്റ്റ്. ഇതിലെല്ലാം വെച്ചിട്ട് ഏറ്റവും സ്ട്രോങ്കസ്റ്റ് ആയിട്ടുള്ള മാഗ്നറ്റ് എന്ന് പറയുന്നത് നിയോഡിമിയത്തിന്റെ മെറ്റീരിയൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന മാഗ്നറ്റ്സ് ആണ് കേട്ടോ. മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ഇൻ സോയിൽ. ഇനി മണ്ണിൽ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ഉണ്ടോ അല്ലെങ്കിൽ മാഗ്നറ്റിന്റെ പ്രസൻസ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആർ ദർ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ഇൻ ദ സോയിൽ ഓഫ് ദ സ്കൂൾ ഗ്രൗണ്ട് ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ്സ്? ലെറ്റ്സ് കണ്ടക്ട് ആൻ ആക്ടിവിറ്റി ടു ഫൈൻഡ് ഔട്ട്. അപ്പോൾ നിങ്ങളുടെ സ്കൂൾ ഗ്രൗണ്ടിൽ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ആക്ടിവിറ്റി ചെയ്യാം. Get a magnet from the loudspeaker of an old music system. Old speakers can also be found in shops that collect scrap items. Do the given activity in groups. Tie the magnet wrapped with a thick paper to a rope and drag it through the soil for some time. Then check the magnet. Are there any substances stuck to the paper due to the attraction of the magnet? What is the reason for this? അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ള മക്കളെ, ഓൾഡ് ലൗഡ് സ്പീക്കറിൽ നിന്നോ അല്ലെങ്കിൽ വേറെ സ്ക്രാപ്പിൽ നിന്നൊക്കെ നിങ്ങൾ വലിയൊരു മാഗ്നറ്റ് കളക്ട് ചെയ്യുക. എന്നിട്ട് ഈ മാഗ്നറ്റ് ഒരു പേപ്പറിൽ റാപ്പ് ചെയ്തിട്ട് പൊതിഞ്ഞിട്ട് നിങ്ങളുടെ സോയിലിലൂടെ ഒന്ന് വലിച്ചു കൊണ്ടുപോവുക. ഒരു കയർ കെട്ടിയിട്ട് സോയിലിലൂടെ മണ്ണിലൂടെ വലിച്ചുകൊണ്ട് പോവുക. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ ശേഷം നിങ്ങൾ ആ പേപ്പർ അടക്കം മാഗ്നറ്റ് അടക്കം എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ കാണാനായിട്ട് സാധിക്കാം മക്കളെ? സം സബ്സ്റ്റൻസസ് സ്റ്റക്ക് ടു ദ പേപ്പർ. കുറച്ച് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ കുറച്ച് പൊടികൾ, ഇരുമ്പ് പൊടികൾ പോലെയുള്ളത് നമ്മൾ ഈ പേപ്പറിൽ കാണാനായിട്ട് സാധിക്കും. ബിക്കോസ് എന്താണ് അതിന് കാരണം എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ അട്രാക്ഷൻ ഓഫ് ദ മാഗ്നറ്റ്. ഈ മാഗ്നറ്റിന്റെ അട്രാക്ഷൻ കൊണ്ടാണ്. ദീസ് സബ്സ്റ്റൻസസ് ആർ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. അപ്പോൾ മണ്ണിൽ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ഉള്ളത് കൊണ്ടാണ് ഈ ലൗഡ് സ്പീക്കറിലുള്ള മാഗ്നറ്റ് അതിൽ അട്രാക്റ്റ് ആയത്. ഓക്കെ, അപ്പോൾ മണ്ണിൽ സോയിലിൽ മാഗ്നറ്റിക് സബ്സ്റ്റൻസസിന്റെ പ്രസൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. Based on this experiment, can you suggest a method to separate iron from a mixture of soil and iron? ഇനി
ഈ എക്സ്പെരിമെന്റിന്റെ ഒരു ഭാഗമായിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോയിലിൽ നിന്ന് അയണും സോയിലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മിക്സ്ചറിൽ നിന്ന് നിങ്ങൾക്ക് അയൺ മാത്രം വേർതിരിക്കാനായിട്ട് സാധിക്കൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, നമുക്ക് സാധിക്കും അല്ലേ? എങ്ങനെയാണ്? ബൈ യൂസിങ് എ മാഗ്നറ്റ് വി ക്യാൻ സെപ്പറേറ്റ് അയൺ ഫ്രം എ മിക്സ്ചർ ഓഫ് സോയിൽ ആൻഡ് അയൺ. ഒരു മാഗ്നറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് സോയിലിൽ നിന്ന് അയൺ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റ്സ്. ഇനി മാഗ്നറ്റുകൾ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഡു ഓൾ മാഗ്നറ്റ്സ് ഹാവ് ദ സെയിം ഷേപ്പ്? Examine the magnets in your science kit and the laboratory. Are they all same? All those shown in the figures given below are different types of magnets. How do they differ in their shape? Compare them. അപ്പോൾ നമുക്ക് ഷേപ്സിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് മാഗ്നറ്റ്സിന്റെ പിക്ചർ താഴെ തന്നിട്ടുണ്ട്. അതിന്റെ നെയിമും ഉണ്ട് കേട്ടോ. ആദ്യത്തേത് ഹോഴ്സ് ഷൂ മാഗ്നറ്റ് ആണ്. രണ്ടാമത്തേത് ബാർ മാഗ്നറ്റ്. നെക്സ്റ്റ് വണ് സിലിണ്ട്രിക്കൽ മാഗ്നറ്റ്, പിന്നെ മാഗ്നറ്റിക് നീഡിൽ, പിന്നെ ഓവൽ മാഗ്നറ്റ്, യു മാഗ്നറ്റ്, ഡിസ്ക് മാഗ്നറ്റ്, റിംഗ് മാഗ്നറ്റ്. ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ആർ ദേ നെയിംഡ് അക്കോർഡിംഗ് ടു ദെയർ ഷേപ്പ്? ഡ്രോ പിക്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റ്സ് ഇൻ യുവർ സയൻസ് ഡയറി ആൻഡ് റൈറ്റ് ദെയർ നെയിംസ്. ഈ മാഗ്നറ്റ്സ് എല്ലാം തന്നെ അതിന്റെ ഷേപ്സിനെ ബേസ് ചെയ്തിട്ടാണ് നെയിം കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളോട് മാഗ്നറ്റ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റ്സ് നോട്ട് ബുക്കിൽ വരച്ച് പേര് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്തു നോക്കാവുന്നതാണ് കേട്ടോ. North and South. We have understood that a magnet has two poles. Do these poles have any other special features? Let's examine. അപ്പോൾ നമുക്ക് ഒരു മാഗ്നറ്റിന് 2 പോൾസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? 2 പോൾസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു, അതായത് നോർത്ത് പോളും സൗത്ത് പോളും. അപ്പോൾ ഈ പോൾസിനെ കുറിച്ചുള്ള മറ്റ് ഫീച്ചേഴ്സ് ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് നോക്കാവുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് ഫസ്റ്റ്. അതിന് വേണ്ട മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡ്, പിന്നെ ഒരു ത്രെഡ്, ബാർ മാഗ്നറ്റ്. ഈ 3 മെറ്റീരിയൽസ് വേണം. എന്നിട്ട് പിക്ചറിൽ കാണുന്നത് പോലെ ഒരു സ്റ്റാൻഡിൽ എങ്ങനെയാ ചെയ്യുക? ടൈ എ ത്രെഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ ബാർ മാഗ്നറ്റ് ആൻഡ് സസ്പെൻഡ് ഇറ്റ് ഫ്രീലി ആസ് ഷോൺ ഇൻ ദ ഫിഗർ. വെൻ ദ മാഗ്നറ്റ് കം ടു റെസ്റ്റ്, വിച്ച് ഡയറക്ഷൻ ഡു ദ പോൾസ് പോയിന്റ് ടു? നമ്മളൊരു സ്റ്റാൻഡിൽ ഇതുപോലെ ഒരു നൂലിൽ കെട്ടിയിട്ട് ബാർ മാഗ്നറ്റ് ഇങ്ങനെ പ്ലേസ് ചെയ്യുക, എന്നിട്ട് ഫ്രീ ആയിട്ട് വിടുക, നമ്മളൊന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ ബാർ മാഗ്നറ്റ് ഏത് ഡയറക്ഷനിലാണ് പോയിന്റ് ചെയ്യുക? The poles points to the north-south direction. നോർത്ത്-സൗത്ത് ഡയറക്ഷനിലേക്കായിട്ട് ഈ ബാർ മാഗ്നറ്റ് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. Is it to the east-west direction or to the north-south direction? നമ്മൾ പറഞ്ഞു നോർത്ത്-സൗത്ത് ഡയറക്ഷൻ ആണല്ലേ. Change the direction of the magnet and examine again. ഇനി മാഗ്നറ്റ്സിന്റെ ഡയറക്ഷൻ മാറ്റിയിട്ട് വീണ്ടും ഈ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുക. ഡസ് ഇറ്റ് റിട്ടേൺ ടു ദ സെയിം ഡയറക്ഷൻ ആസ് ബിഫോർ? അപ്പോൾ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും അത് ഈ സെയിം ഡയറക്ഷനിലേക്ക് തന്നെ ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബേസ്ഡ് ഓൺ ദിസ് ആക്ടിവിറ്റി നെയിം ദ മാഗ്നറ്റിക് പോൾസ്. റിപ്പീറ്റ് ദ ആക്ടിവിറ്റി ഫ്രം ഡിഫറെന്റ് പ്ലേസസ്. അപ്പോൾ മാഗ്നറ്റ്സ് നമ്മൾ എങ്ങനെ ഫ്രീ ആയിട്ട് എന്താ പറയുക സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും അത് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഡയറക്ഷനിൽ മാത്രമേ അത് പോയിന്റ് ചെയ്ത് നിൽക്കുന്നുള്ളൂ. അപ്പോൾ മാഗ്നറ്റ്സിന്റെ 2 ഡയറക്ഷനെ നമുക്ക്, അതായത് 2 പോൾസിനെ നമുക്ക് ഒരു പോള് നോർത്ത് പോളെന്നും മറ്റേ പോൾ സൗത്ത് പോളെന്നും പറയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് മാഗ്നറ്റിക് പോൾസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ദ പോൾ ഓഫ് ദ മാഗ്നറ്റ് ദാറ്റ് പോയിന്റ്സ് ടുവേർഡ്സ് ദ എർത്ത് നോർത്ത് ഈസ് ദ നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ് ആൻഡ് ദ പോൾ ദാറ്റ് പോയിന്റ്സ് ടുവേർഡ്സ് ദ എർത്ത് സൗത്ത് ഈസ് ദ സൗത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ്. എർത്തിന്റെ നോർത്ത് പോളിലേക്ക് പോയിന്റ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിന്റെ പോളാണ് നോർത്ത് പോൾ. അതുപോലെ എർത്തിന്റെ സൗത്ത് ഡയറക്ഷനിലേക്ക് പോയിന്റ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിന്റെ പോളാണ് സൗത്ത് പോൾ. They are denoted by the letters N and S respectively. അപ്പോൾ നോർത്ത് പോളിനെ N എന്നും സൗത്ത് പോളിനെ S എന്നുമാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. To indicate the north pole of a bar magnet, a special mark is given. അപ്പോൾ നോർത്ത് പോളിന്റെ ഭാഗത്തായിട്ട് നോർത്ത് പോൾ ഏതാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ആ ഡയറക്ഷനിൽ ഒരു ചെറിയ വൈറ്റ് ഡോട്ട് കൊടുക്കാറുണ്ട്. Okay, a freely suspended magnet always points towards the north-south direction. Can we use this property of the magnet to find directions? Yes, of course. അല്ലെ, സ്വതന്ത്രമായിട്ട് തൂക്കിയിട്ടിരിക്കുന്ന ഒരു മാഗ്നറ്റിന്റെ ഡയറക്ഷൻ എപ്പോഴും നോർത്ത് സൗത്ത് പോളിലായിരിക്കും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഏതെങ്കിലും പ്ലേസിൽ എത്തുമ്പോഴൊക്കെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഈ ഒരു പ്രിൻസിപ്പിൾ ആണ് നമ്മൾ കോമ്പസിൽ യൂസ് ചെയ്യുന്നത്, വടക്ക് നോക്കിയ യന്ത്രത്തിൽ യൂസ് ചെയ്യുന്നത്. If a magnet breaks, ഇനി ഒരു മാഗ്നറ്റ് പൊട്ടിപ്പോയാൽ എന്താ സംഭവിക്കുക എന്നാണ് നോക്കുന്നത്. What happens if a magnet is broken in 2 pieces? These pieces become 2 small magnets. ഈ മാഗ്നറ്റ് 2 ചെറിയ മാഗ്നറ്റ്സ് ആയിട്ട് മാറും. അപ്പൊ ഈ 2 ചെറിയ മാഗ്നറ്റിന് വീണ്ടും 2 ഡയറക്ഷൻസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ടോട്ടൽ 2 മാഗ്നറ്റ്സ് ആയി, ഒരു മാഗ്നറ്റ് പൊട്ടി 2 മാഗ്നറ്റ്സ് ആയി. ഈ 2 മാഗ്നറ്റിനും നോർത്ത് സൗത്ത് പോൾസ് ഉണ്ടായിരിക്കും.
ലെറ്റ്സ് മേക്ക് എ കോമ്പസ്. ഇനി ഒരു വടക്ക് നോക്കിയന്ത്രം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഇൻ ദ പാസ്റ്റ് പീപ്പിൾ ഹു ട്രാവൽഡ് അക്രോസ് ദ സീ ആൻഡ് ഡെസേർട്ട് യൂസ്ഡ് മെനി മെത്തേഡ്സ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ. ദേ യൂസ് ടു ഡിപ്പെൻഡ് ഓൺ ദ പോൾ സ്റ്റാർ അതർ കോൺസ്റ്റലേഷൻസ് ഫോർ ദസ്. അപ്പോൾ ആദ്യകാലങ്ങളിലേക്ക് മരുഭൂമിയിലേക്കും കടലിലേക്കും ഒക്കെ പോകുന്ന ആളുകൾ അവരുടെ ദിശ അറിയാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തിരുന്നത് പോൾ സ്റ്റാറും അതുപോലെ പിന്നെ കോൺസ്റ്റലേഷൻസ് ഒക്കെയാണ്. നമ്മൾ കോൺസ്റ്റലേഷൻസ് ഒക്കെ എന്താണ് 5th ക്ലാസ്സിൽ പഠിച്ചല്ലേ മക്കളെ. After identifying the special property of magnets, finding directions became easier. എന്നാൽ അതിനുശേഷം മാഗ്നറ്റിന്റെ കണ്ടുപിടുത്തത്തോട് കൂടിയിട്ട് അവർക്ക് ഈ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് കുറച്ചുകൂടെ ഈസി ആയിട്ട് മാറി. വിച്ച് പ്രോപ്പർട്ടി ഓഫ് ദ മാഗ്നറ്റ് ഡിഡ് ദേ മേക്ക് യൂസ് ഓഫ്? മാഗ്നറ്റിന്റെ ഏത് പ്രോപ്പർട്ടിയാണ് അവർ ഇതിനെ യൂസ് ചെയ്തത്? A freely suspended magnet always points to the north-south direction. അല്ലെ, ഈ പ്രോപ്പർട്ടിയാണ് അവർ യൂസ് ചെയ്തത്. A magnetic compass is a device which uses a magnet to determine the direction. അപ്പൊ മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയുന്നത് ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്, ഒരു ഡിവൈസ് ആണ്. അതിൽ എന്തുണ്ട്? മാഗ്നറ്റ് ഉണ്ട് അല്ലെ. മാഗ്നറ്റിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് കോമ്പസ് വർക്ക് ചെയ്യുന്നത്. Get a magnetic compass from the science lab. Using this, find out the direction of the door of your classroom and find out the direction of school gate with respect to your classroom. What about school kitchen and the office room? Find out. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്കൂളിലെ ലാബിൽ നിന്ന്, സയൻസ് ലാബിൽ നിന്നൊരു കോമ്പസ് സംഘടിപ്പിക്കുക. എന്നിട്ട് നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഡോർ എവിടെയാണ്, ഏത് ഡയറക്ഷനിലാണ്, ആ ഡോറിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്കൂൾ ഗേറ്റ് എവിടെയാണ്, ഏത് ഡയറക്ഷനിലാണ്, കിച്ചൺ ഏത് ഡയറക്ഷനിലാണ്, ഓഫീസ് റൂം ഏത് ഡയറക്ഷനിലാണ് എന്നൊക്കെ ഒന്ന് കണ്ടുപിടിക്കുക കേട്ടോ. ഇനി നമുക്കൊരു മാഗ്നറ്റിക് കോമ്പസ് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അതിന് വേണ്ട മെറ്റീരിയൽസ്: മാഗ്നറ്റ്, നീഡിൽ, ത്രെഡ്, കോർക്ക്. ത്രെഡ് ദ നീഡിൽ. Hold the thread and rub the needle from one end to the other end with a magnet for about 50 times in the same direction. The needle is threaded for holding it conveniently and for safety. Take a small cork. After removing the thread, pierce the needle into the cork as shown in the figure. Otherwise, you can glue the needle to the top of the cork. അപ്പോൾ എങ്ങനെയാണ് മക്കളെ ഉണ്ടാക്കേണ്ടത്? ഒരു നീഡിൽ എടുക്കുക, അതിൽ എന്ത് ചെയ്യുക, ഒരു നൂല് കോർത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, ഈ നീഡിലിൻ്റെ എൻഡിൽ, 2 എൻഡിലുമായിട്ട് ഒരു മാഗ്നറ്റ് വെക്കുക. മാഗ്നറ്റ് ഇട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക, ഉരസി കൊടുക്കുക. ഏകദേശം ഒരു 50 ടൈംസ് സെയിം ഡയറക്ഷനിൽ തന്നെ റബ്ബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു കോർക്ക് എടുത്തിട്ട് നമ്മൾ ഈ നൂല് മാറ്റിയ ശേഷം ഈ കോർക്കിലൂടെ ഈ സൂചി നമ്മൾ ഈ കപ്പ് കാണുന്നത് പോലെ ഇങ്ങനെ എന്ത് ചെയ്താൽ കൊടുക്കുക മക്കളെ, കോർത്ത് വെച്ച് കൊടുക്കുക. Place this cork in a bowl of water. Observe the direction of the needle on the cork. To which direction does the needle point? ഈ കോർക്ക് എന്നിട്ട് മക്കൾ ഒരു വെള്ളത്തിൽ വെച്ചിട്ട് വെള്ളത്തിൽ വെക്കുക. അപ്പോൾ ആ സമയത്ത് അതിലുള്ള നീഡിൽ ഏത് ഡയറക്ഷനിലായിരിക്കും നിൽക്കുന്നത് എന്ന് ഒബ്സർവ് ചെയ്യുക. ഏത് ഡയറക്ഷനിലായിരിക്കും മക്കളെ? നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും. അതായത് ആ നീഡിൽ ഒരു ടെമ്പററി ആയിട്ട് ഒരു മാഗ്നറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. North-south direction. A freely suspended magnet always rests in the north-south direction. നമ്മൾ ഫ്രീ ആയിട്ട് തൂക്കിയിട്ടിരിക്കുന്ന ഒരു മാഗ്നറ്റ് എപ്പോഴും ഒരു നോർത്ത് സൗത്ത് ഡയറക്ഷൻ ആക്കിയിട്ടേ അത് അതിൻ്റെ പിന്നെ പോയിന്റ് ചെയ്യുള്ളൂ. ദിസ് ഈസ് ദ ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഓഫ് എ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റിന്റെ ഡയറക്ഷണൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ദിശാ സ്വഭാവം എന്ന് പറയുന്നത് ഇതാണ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? ഇതിനുള്ള റീസൺ എന്താണ് മക്കളെ? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. നമുക്ക് കണ്ടുപിടിക്കാം. ടേക്ക് എ മാഗ്നറ്റ് ആൻഡ് സസ്പെൻഡ് ഇറ്റ് ഫ്രീലി. പ്ലേസ് അനദർ ബാർ മാഗ്നറ്റ് ഇൻ ദ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ ബിലോ ദിസ് മാഗ്നറ്റ്. To which direction does the suspended magnet point now? Try changing in the direction of the suspended magnet. Does it again come back to the east west direction? Discuss the reason. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത് മക്കളെ? ഒരു മാഗ്നറ്റ് നിങ്ങൾ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്യാം, എന്നിട്ട് അതിന് താഴെയായിട്ട് വേറൊരു മാഗ്നറ്റ് വെക്കുക. അപ്പോൾ ഈ മാഗ്നറ്റ് എങ്ങോട്ടായിരിക്കും പോയിന്റ് ചെയ്യുന്നത്? നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലേക്കായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. നമുക്ക് എക്സ്പെരിമെന്റിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. Now remove the magnet placed below. What change do you observe in the direction of the suspended magnet? Why? അപ്പോൾ നമ്മൾ താഴെയുള്ള ആ മാഗ്നറ്റ് റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ചിട്ടുള്ള മുകളിൽ സസ്പെൻഡ് ചെയ്ത ആ മാഗ്നറ്റ് നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്ക് തന്നെ തിരിയുന്നത് കാണാം. ആദ്യം എങ്ങനെയായിരിക്കും? ആദ്യം നമ്മൾ ഏത് മാഗ്നറ്റ് വെച്ച് താഴെ വെച്ച മാഗ്നറ്റിന്റെ ഡയറക്ഷൻ അനുസരിച്ചായിരിക്കും മറ്റത്. കാരണം ഓപ്പോസിറ്റ് പോൾസ് ആണെങ്കിൽ അത് അട്രാക്ട് ചെയ്യും, ഡിഫറെൻറ്റ് പോൾസ് ആണെങ്കിൽ അതെന്ത് ചെയ്യും,
ഡിഫറെൻറ്റ് പോൾസ് ആണെങ്കിൽ അത് റിപ്പൾഷൻ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ആ മാഗ്നറ്റ് താഴെയുള്ള മാഗ്നറ്റ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഈ നമ്മൾ സസ്പെൻഡ് ചെയ്ത മാഗ്നറ്റ്, അതായത് തൂക്കിയിട്ടിരിക്കുന്ന മാഗ്നറ്റ് നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്കായിട്ട് തിരിയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. Isn't there another invisible magnetic force that makes the suspended magnet point towards the north-south direction? Read the following note and discuss. അപ്പം നമ്മളുടെ മാഗ്നറ്റിക് ഫോഴ്സ് അല്ലാതെ വേറൊരു ഫോഴ്സ് കൂടെ ഈ ഫ്രീലി സസ്പെൻഡ് ചെയ്ത മാഗ്നറ്റിന് മുകളിൽ ആയിട്ട് ഫോഴ്സ് ചെലുത്തുന്നത് കൊണ്ടാണ് ഇത് എപ്പോഴും നോർത്ത് സൗത്തിലേക്കായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നത്. ആ ഫോഴ്സ് എന്താണെന്ന് നോക്കാം. ആ ഫോഴ്സിനെ നമ്മൾ ജിയോ മാഗ്നറ്റ് എന്നാണ് വിളിക്കുക. ആ മാഗ്നറ്റിനെ ജിയോ മാഗ്നറ്റ് എന്നാണ് വിളിക്കുക. അതായത് നമ്മുടെ എർത്ത് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് കേട്ടോ ഇത്. ദ എർത്ത് ആക്ട് ആസ് എ മാഗ്നറ്റ്. എർത്ത് ഒരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ദിസ് ജിയോ മാഗ്നറ്റ് ഹാസ് എ മാഗ്നറ്റിക് ഫീൽഡ്. ദ പോൾസ് ഓഫ് ദ എർത്ത്സ് മാഗ്നറ്റ് ആർ ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. അപ്പോൾ എർത്തിന്റെ ഈ എർത്ത് എന്നുള്ള ഈ മാഗ്നറ്റിന്റെ പോൾസ് വരുന്നത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്കായിട്ടാണ് അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. The north pole of the earth is the south pole of the geomagnet. അപ്പോൾ എർത്തിന്റെ നോർത്ത് പോള് മാഗ്നറ്റിന്റെ ജിയോമാഗ്നറ്റിന്റെ എന്തായിരിക്കും മക്കളെ? സൗത്ത് പോൾ ആയിരിക്കും. The south pole of the earth is the north pole of the geomagnet. അതേപോലെ എർത്തിന്റെ നോർത്ത് പോൾ എന്ന് പറയുന്നത് ജിയോമാഗ്നറ്റിന്റെ സൗത്ത് പോൾ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. That's why a freely suspended magnet always points in the north south direction. അതുകൊണ്ടാണ് നമ്മൾ ഒരു മാഗ്നറ്റ് എടുത്തിട്ട് സ്വതന്ത്രമായിട്ട് ഇങ്ങനെ തൂക്കിയിടുന്ന സമയത്ത് അത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്ക് തന്നെ പോയിന്റ് ചെയ്ത് നിൽക്കുന്നത്. വെൻ മാഗ്നറ്റ്സ് കം ക്ലോസർ. ഇനി രണ്ട് മാഗ്നറ്റ്സ് ഒരുമിച്ച് വന്നാൽ എന്താ സംഭവിക്കുക എന്നാണ് നോക്കുന്നത്. ഡു മാഗ്നറ്റ്സ് അട്രാക്ട് ഈച്ച് അതർ? വാട്ട് ഈസ് യുവർ ഗെസ്? ഡിസ്കസ് ഇറ്റ്. ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെന്റ്. അപ്പൊ മാഗ്നറ്റ് പരസ്പരം അട്രാക്ട് ചെയ്യുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സ്പെരിമെന്റ് ആദ്യം ചെയ്ത് നോക്കാം. Take two bar magnets with their poles marked. Place one magnet on a table. Place one pole of the other magnet on different parts of the magnets on the table. At which regions do they attract? അപ്പോൾ ഒരു ബാർ മാഗ്നറ്റ് നിങ്ങളൊരു ടേബിളിൽ വെക്കുക. അതിൽ ഒരു പോള് നിങ്ങൾ മാർക്ക് ചെയ്യാം, നോർത്താണോ സൗത്താണോ. എന്നിട്ട് വേറൊരു ബാർ മാഗ്നറ്റ് എടുത്തിട്ട് അതിൻ്റെ ഓരോ പോൾസും മാറ്റിയിട്ട് ഈ ബാർ മാഗ്നറ്റിൻ്റെ ഓരോ പോൾസിലേക്കും നിങ്ങളൊന്ന് അടുപ്പിച്ച് നോക്കുക. അപ്പോൾ അത് അട്രാക്ട് ചെയ്യുകയാണോ റിപ്പൽ ചെയ്യുകയാണോ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ടേബിളിൽ വെച്ച മാഗ്നറ്റിന്റെ നോർത്ത് പോളിലേക്ക് നമ്മൾ പുതുതായി വെച്ച മാഗ്നറ്റിന്റെ നോർത്ത് പോൾ തന്നെ കൊണ്ടുപോകുമ്പോൾ അത് റിപ്പൽ ചെയ്യും. എന്നാൽ സൗത്ത് പോൾ കൊണ്ടുപോകുമ്പോൾ അത് അട്രാക്ട് ചെയ്യും. അതായത് ലൈക്ക് പോൾസ് റിപ്പൽ ചെയ്യും, അൺലൈക്ക് പോൾസ് അട്രാക്ട് ചെയ്യും. Arrange the magnets as shown in the figure and record the observation. Share the observation with your friends. Record it in your science diary. അപ്പോൾ നമുക്ക് താഴെ കുറച്ച് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ ഓരോന്നിലും അട്രാക്ഷൻ ആണോ റിപ്പൽഷൻ ആണോ വരുന്നത് എന്ന് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ അറേഞ്ച്മെന്റ്സ് പോൾസ് കമ്മിങ് ക്ലോസറും ഒബ്സർവേഷനും ആണ് കേട്ടോ തന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് അറേഞ്ച്മെന്റ്സ് നോക്കൂ. സൗത്ത് പോളുമാണ് ഒരുമിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കും മക്കളെ? റിപ്പൾഷൻ ആയിരിക്കും സംഭവിക്കുക, അതായത് അട്രാക്റ്റീവുള്ള റിപ്പൾഷൻ. നെക്സ്റ്റ് സൗത്ത് പോളും നോർത്ത് പോളും ഒരുമിച്ച് വന്നു. സോ SN ഒബ്സർവേഷൻ എന്തായിരിക്കും? ദേ വിൽ അട്രാക്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ നോർത്ത് പോളും ഒരുമിച്ച് വന്നു, അപ്പോൾ റിപ്പൾഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ നോർത്ത് പോളും സൗത്ത് പോളും ഒരുമിച്ച് വന്നു, സോ അട്രാക്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ലൈക്ക് പോൾസ് വിൽ റിപ്പൽ ആൻഡ് അൺലൈക്ക് പോൾസ് വിൽ അട്രാക്ട്. Attraction and repulsion. The same poles of different magnets are called like poles and their different poles are called unlike poles. Like poles repel and unlike poles attract. സെയിം പോൾസിനെ നമ്മൾ ലൈക്ക് പോൾസ് എന്നാണ് പറയുക, അത് റിപ്പൽ ചെയ്യും. ഡിഫറെൻറ്റ് പോൾസിനെ നമ്മൾ അൺലൈക്ക് പോൾസ് എന്നാണ് പറയുക, അത് അട്രാക്ട് ചെയ്യും. Place the magnets in the following manner. In each case, do their poles attract or repel? Discuss the reason. നമ്മൾ രണ്ട് മാഗ്നറ്റ് എടുത്ത് ഇതുപോലെ വെച്ച് നോക്കുക. ഇതിൽ ഏതിലാണ് അട്രാക്ഷൻ വരെ ഏതിലാണ് റിപ്പൾഷൻ വരെ എന്ന് നോക്കുക. ഫസ്റ്റത്തെ നോക്കൂ, നോർത്തും ഒരുമിച്ചും സൗത്തും ഒരുമിച്ചാണ് വന്നത്. സോ ഇത് ലൈക്ക് പോൾസ് ആണ്. സോ അതുകൊണ്ട് അവർ റിപ്പൽ ചെയ്യും. രണ്ടാമത്തേത് ഫിഗർ 2, സൗത്തും നോർത്തും ഒരുമിച്ചാണ് വന്നത്. നെക്സ്റ്റ് പാർട്ടിലും അതുപോലെ തന്നെ നോർത്തും സൗത്തും ആണ് ഒരുമിച്ച് വന്നത്. സോ ദീസ് ആർ അൺലൈക്ക് പോൾസ് ആയതുകൊണ്ട് തന്നെ ദേ വിൽ അട്രാക്ട്. ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് എ മാഗ്നറ്റ്. ഇനി മാഗ്നറ്റിന് പൊതുവായിട്ടുള്ള പ്രത്യേകതകൾ കുറച്ച് നോക്കാം, ഫീച്ചേഴ്സ്. വി ഹാവ് കണ്ടക്റ്റഡ് വേരിയസ് എക്സ്പെരിമെന്റ്സ് ടു ഫൈൻഡ് ഔട്ട് ദ ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് എ മാഗ്നറ്റ്. വാട്ട് ആർ യുവർ ഫൈൻഡിങ്സ്? എന്തൊക്കെയാണ് മാഗ്നറ്റിനുള്ള ജനറൽ പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടുപിടിച്ചത് മക്കളെ? ഫസ്റ്റ് വൺ നോക്കൂ. എ മാഗ്നറ്റ് അട്രാക്ട്സ് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. മാഗ്നറ്റിക് സബ്സ്റ്റൻസസിനെ എല്ലാം മാഗ്നറ്റ് അട്രാക്ട് ചെയ്യും. എ മാഗ്നറ്റ് ഹാസ് 2 പോൾസ്. ഒരു മാഗ്നറ്റിന് 2 പോൾസ് ഉണ്ട്. തേർഡ് വൺ എന്താ നോക്കുക മക്കളെ?
മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് മോർ അറ്റ് പോൾസ്. പോൾസിലായിരിക്കും മാഗ്നറ്റിക് ഫോഴ്സ് കൂടുതലായിട്ട് ആക്ട് ചെയ്യുക. മാഗ്നറ്റ് ഹാസ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ്. ഒരു മാഗ്നറ്റിന് ചുറ്റുമായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ദോസ് ആർ ഇൻവിസിബിൾ. ഓക്കെ, ഇൻവിസിബിൾ ആണ്. ലൈക്ക് പോൾസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് പോൾസ് അട്രാക്ട്. ഓക്കെ, ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പഠിച്ചത്. ദ ഹിസ്റ്ററി ഓഫ് മാഗ്നറ്റ്. ഇനി മാഗ്നറ്റിന്റെ ഹിസ്റ്ററി എങ്ങനെയാണെന്ന് നോക്കാം. അതായത് മാഗ്നറ്റ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത് എന്നുള്ള കാര്യം കേട്ടോ. About 2500 years ago, there was a place called Magnesia in Greece, and there lived a shipyard named Magnus. One day, he was resting, keeping his iron-tipped staff on a rock. After resting, when he tried to pick up his stuff from the rock, the shipyard had a strange experience. Hearing this, all the villagers rushed to the spot. ഇപ്പം എന്താ മക്കളെ, ഗ്രീസിലുള്ള മഗ്നീഷ്യ എന്ന് പറയുന്ന ഒരു പ്ലേസിൽ ഒരു ആട്ടിടയൻ ഉണ്ടായിരുന്നു. അയാൾ ഒരു 2500 വർഷങ്ങൾക്ക് മുൻപുള്ള സ്റ്റോറിയാണ് കേട്ടോ. അയാൾ ആടുകളെ മേയ്ക്കാനായിട്ട് പോയ സമയത്ത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വടി, ഇരുമ്പ് കൊണ്ട് ചുറ്റിയ ഒരു വടിയായിരുന്നു. അതെന്ത് ചെയ്തു, ഒരു പാറയിൽ വെച്ചു. പക്ഷെ കുറച്ച് സമയത്തിന് ശേഷം വന്നപ്പോൾ ആ വടി അവിടെ നിന്ന് എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. പിന്നീട് എന്താ സംഭവിച്ചത് നമുക്ക് ഇവിടെ ഒരു പിക്ചർ സ്റ്റോറി ആയിട്ട് തന്നിട്ടുണ്ട്, നോക്കൂ. ഓ, വാട്ട് ഈസ് ദിസ്? മൈ അയൺ ടിപ്ഡ് സ്റ്റഫ് ഈസ് സ്റ്റക്ക് ടു ദ റോക്ക്. എന്താണിത്? എൻ്റെ ഇരുമ്പ് വടി ഈ പാറയിൽ ഒട്ടിപ്പിടിച്ചല്ലോ എന്നാ ആദ്യം തന്നെ പറയാണല്ലേ. ദ അയൺ നെയിൽസ് ഇൻ മൈ ബൂട്ട്സ് ആർ ഓൾസോ സ്റ്റക്ക് ടു ദ റോക്ക്. തൻ്റെ ഷൂസിലുണ്ടായിരുന്ന ഇരുമ്പാണികളും എന്താ ചെയ്തിട്ടുണ്ട്, ആ റോക്കിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ വില്ലേജേഴ്സ് എന്താ പറയുക, ദിസ് മസ്റ്റ് ബി എ മാജിക്കൽ റോക്ക്. ഇതൊരു മാജിക്കൽ റോക്കാണ്. നോ, ദർ മസ്റ്റ് ബി സം അതർ റീസൺ, സം കൈൻഡ് ഓഫ് ഇൻവിസിബിൾ പവർ. അപ്പോൾ ചിലർ പറയണത് അങ്ങനെയല്ല, അതിലെന്തോ ഒരു അസാമാന്യമായിട്ടുള്ള നമുക്ക് കാണാൻ സാധിക്കാത്തൊരു ശക്തി ഉണ്ട് ആ പാറയ്ക്ക് എന്നാണ് പറയുന്നത് അല്ലേ. പക്ഷെ അതെന്താണ് മക്കളെ? ഇറ്റ്സ് എ മാഗ്നറ്റ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സോയിലൊക്കെ മാഗ്നറ്റിന്റെ സബ്സ്റ്റൻസസ് ഉണ്ട്, അതിന്റെ പ്രസൻസ് ഉണ്ടെന്നല്ലേ. അപ്പൊ അതുപോലെ തന്നെയാണ് റോക്സിലും കാര്യങ്ങളിലൊക്കെ മാഗ്നറ്റ്സിന്റെ പ്രസൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ എന്താ പറയാ ഇരുമ്പാണിയും അതുപോലെയുള്ള അയൺ ടിപ്ഡ് സ്റ്റഫും ഒക്കെ അതിൽ എന്ത് ചെയ്തിട്ടുള്ളത്, അട്രാക്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ലേറ്റർ ഇതിന് ശേഷമാണ് നമ്മൾ എന്തുണ്ടായിട്ടുള്ളത്, മാഗ്നറ്റിനെ കുറിച്ച് സ്റ്റഡീസും അതുപോലെ മാഗ്നറ്റിന്റെ കണ്ടുപിടുത്തവും ഒക്കെ സംഭവിച്ചിട്ടുള്ളത്. Later, scientists discovered the real reason behind this. Such rocks would not only attract the shipyard staff, but also all other magnetic substances. In memory of this shipyard, these rocks were called magnets. There are mountains having such rocks with magnetic power in many places on Earth. These rocks, known as lodestones, are natural magnets. Okay, ഇപ്പം എന്താ പറഞ്ഞിട്ടുള്ള മക്കളെ, നമ്മളുടെ ഈ മാഗ്നസ് എന്ന് പറയുന്ന ഈ ഷിപ്പ്യാർഡിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് പിന്നീട് മാഗ്നറ്റ്സ് എന്ന് ഇത്തരത്തിലുള്ള അട്രാക്ട് ചെയ്യുന്ന ഈ സബ്സ്റ്റൻസസിനെ വിളിക്കാനായിട്ട് തുടങ്ങിയത്. ഇത്തരത്തിലുള്ള നാച്ചുറൽ മാഗ്നറ്റ്സിനെ ലോഡ് സ്റ്റോൺസ് എന്നാണ് പറയാ. പെർമനന്റ് മാഗ്നറ്റ് ആൻഡ് ടെമ്പററി മാഗ്നറ്റ്. Didn't we make a chain using jump clips? Try to repeat that experiment. Why does a jump clip stick to the other jump clip attached to the magnet? Did it happen because the second jump clip acquired magnetic properties? അപ്പോൾ നമ്മൾ ആദ്യം ജംപ് ക്ലിപ്സ് വെച്ചിട്ടൊരു എക്സ്പെരിമെന്റ് ചെയ്തു അല്ലേ. ഒരു ബാർ മാഗ്നറ്റിനടുത്തേക്ക് ഒരു ജംപ് ക്ലിപ്പ് കൊണ്ടുവരുന്നു, പിന്നെ ആ വെച്ച ജംപ് ക്ലിപ്പിന്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ വേറെ ജംപ് ക്ലിപ്പ് വരുന്നു, അങ്ങനെ അത് അറ്റാച്ച് ചെയ്ത് നമ്മളൊരു ചെയിൻ ആക്കി അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ സെക്കൻഡ് വെച്ച ജംപ് ക്ലിപ്പ് മാഗ്നറ്റിലല്ലല്ലോ വെക്കുന്നത് മക്കളെ, ആദ്യം വെച്ച ജംപ് ക്ലിപ്പിലല്ലേ വെക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ഈ മാഗ്നറ്റിൽ വെച്ച ജംപ് ക്ലിപ്പിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കിട്ടുന്നത് കൊണ്ടാണ് രണ്ടാമത് വെച്ച ജംപ് ക്ലിപ്പിൽ വെച്ച നെക്സ്റ്റ് ജംപ് ക്ലിപ്പ് എന്ത് ചെയ്യുന്നത്, അതിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത്. ഡസ് ഇറ്റ് റിറ്റെയിൻ മാഗ്നറ്റിക് പ്രോപ്പർട്ടി വെൻ ദ ബാർ മാഗ്നറ്റ് ഈസ് റിമൂവ്ഡ്? അതിൽ നിന്നുള്ള ഈ ബാർ മാഗ്നറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ഈ പ്രോപ്പർട്ടി ഉണ്ടാവുമോ? ഇല്ല. ബാർ മാഗ്നറ്റ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഈ ജംപ് ക്ലിപ്സ് എല്ലാം എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് വിട്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. But isn't the magnetic property of a bar magnet retained permanently? Yes. ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എപ്പോഴും ഉണ്ടായിരിക്കും. പക്ഷേ ഈ ബാർ മാഗ്നറ്റ് കാരണം മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടിയ ജംപ് ക്ലിപ്സിന്റെ പ്രോപ്പർട്ടി എന്ത് ചെയ്യും, നഷ്ടമാവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. When magnetic materials are placed in a magnetic field, they acquire magnetic properties. When the magnetic field is removed, they lose their magnetic power. അപ്പോൾ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ നമ്മൾ മാഗ്നറ്റിന്റെ പ്രസൻസിൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ആ മാഗ്നറ്റിക് മെറ്റീരിയലിന് എന്തുണ്ടാവുന്നു, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കിട്ടുന്നു, അതായത് അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് കിട്ടുന്നു. എന്നാൽ ആ മാഗ്നറ്റിക് മെറ്റീരിയലിനെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യാനുള്ള പവർ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഹിയർ the jump clip, nail and pin behave
ആസ് ടെമ്പററി മാഗ്നറ്റ്സ്. അതുകൊണ്ടാണ് ജെം ക്ലിപ്സിനും നെയിൽസിനും പിന്നിനും ഒക്കെ എന്ത് കിട്ടുന്നത്? മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടുന്നത്. The natural magnet lodestone and various other magnets you became familiar with are also permanent magnets. നമ്മുടെ നാച്ചുറൽ മാഗ്നറ്റ്സ് ലോഡ്സ്റ്റോൺ തുടങ്ങിയിട്ടുള്ള പിന്നെ ബാർ മാഗ്നറ്റ്സും യു മാഗ്നറ്റ്സും ഒക്കെ പെർമനന്റ് മാഗ്നറ്റ് ആണ്. എന്നാൽ ദ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് പെർമനന്റ് മാഗ്നറ്റ്സ് പെർസിസ്റ്റ് ഫോർ എ ലോങ് ടൈം. എന്നാൽ നമ്മുടെ നെയില് ജെം ക്ലിപ്സ് തുടങ്ങിയിട്ടുള്ളവയൊക്കെ ടെമ്പററി മാഗ്നറ്റ്സ് ആണ് കേട്ടോ. ഈ പെർമനന്റ് മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നമുക്ക് ഒരിക്കലും ഇല്ലാതാക്കാനായിട്ട് കഴിയില്ല. അത് പെർസിസ്റ്റ് ചെയ്യും, ലോങ് ടൈം വരെ ഇട്ട് എന്ത് ചെയ്യും? പെർസിസ്റ്റ് ചെയ്യും. ലെറ്റ്സ് ടെസ്റ്റ് ദ മാഗ്നറ്റിക് ഫോഴ്സ്. ഡു മാഗ്നറ്റ്സ് വേരി ഇൻ ദർ മാഗ്നറ്റിക് ഫോഴ്സ്? ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെന്റ്. ഓരോ മാഗ്നറ്റിനും അതിനുള്ള മാഗ്നറ്റിക് ഫോഴ്സിൽ ഡിഫറൻസ് ഉണ്ട്. അതായത് നമുക്ക് ഊഹിച്ചാൽ തന്നെ അറിയാമല്ലോ മക്കളെ, കുറച്ച് വലിയ മാഗ്നറ്റ് ആണെങ്കിൽ അതിന് മാഗ്നറ്റിക് ഫോഴ്സ് കൂടുതലായിരിക്കും, എന്നാൽ ചെറിയ മാഗ്നറ്റ്സിനൊക്കെ മാഗ്നറ്റിക് ഫോഴ്സ് കുറവായിരിക്കും അല്ലേ. അത് നമുക്ക് പ്രൂവ് ചെയ്യുന്നതിനായിട്ട് ഒരു എക്സ്പെരിമെന്റ് ഉണ്ട് ഇവിടെ. അതിന് വേണ്ട മെറ്റീരിയൽസ്: ഒരു ബോട്ടിൽ, കുറച്ച് സാൻഡ്, 2 pieces of 1/2 inch PVC പൈപ്പ്, 1/2 inch എൽബോ പൈപ്പ്, ദെൻ ബ്ലേഡ്, ത്രെഡ്, സ്കെയിൽ, ഡബിൾ സൈഡ് ടാപ്പ്. ഓക്കെ, എങ്ങനെയാ ചെയ്യാം? Take sand in the bottle and insert the long PVC pipe into the sand and fix it. ഒരു കുപ്പിയിൽ കുറച്ച് മണൽ എടുത്തിട്ട് ഒരു PVC പൈപ്പ് മണലിലേക്ക് ഇറക്കി വെക്കുക. Fix the short PVC pipe to the top of the long pipe using the elbow pipe. എൽബോ പൈപ്പ് ഉപയോഗിച്ചിട്ട് വലിയ PVCയിലേക്ക് ചെറിയ PVC ഇറക്കി വെക്കുക. Place the bottle on the table. Place the scale near the bottle as shown in the figure. Stick the scale with the double-sided tap to prevent it from moving. എന്നിട്ട് ഈ ബോട്ടിൽ ടേബിളിൽ വെക്കുക. ആ ടേബിളിന് അടുത്തായിട്ട് എന്ത് ചെയ്യാം മക്കളെ? ഒരു സ്കെയില് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? ഈ സ്കെയില് ഡബിൾ ടാപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിക്കുക ടേബിളിൽ. സസ്പെൻഡ് ബ്ലേഡ് ഫ്രം ദ ഷോർട്ട് PVC പൈപ്പ് ആസ് ഷോൺ ബിലോ. താഴെ കാണിച്ചിട്ടുള്ള ഈ പിക്ചറിൽ പോലെ ഈ ചെറിയ PVC പൈപ്പിൽ ഒരു ബ്ലേഡ് തൂക്കിയിടുക, നൂല് ഉപയോഗിച്ച് കെട്ടിയിടുക. സ്ലോലി ബ്രിങ് എ മാഗ്നറ്റ് ഫ്രം ദ ഫാർ എൻഡ് ഓഫ് ദ സ്കെയിൽ ടുവേർഡ്സ് ദ ബ്ലേഡ്. വെൻ അട്രാക്ഷൻ ഈസ് ഫെൽറ്റ് ഓൺ ദ ബ്ലേഡ്, നോട്ട് ദ പൊസിഷൻ ഓഫ് മാഗ്നറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ സ്കെയിൽ. എന്നിട്ട് എന്ത് ചെയ്യുക? ഓരോ മാഗ്നറ്റുകൾ നിങ്ങൾ ഇതിലേക്ക് അടുപ്പിക്കുക. അതായത് ഈ ബ്ലേഡിന് അടുത്തേക്ക് ഇങ്ങനെ അടുപ്പിക്കുമ്പോൾ മാഗ്നറ്റ് വരുന്നതിനനുസരിച്ച് ബ്ലേഡ് മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ എക്സ്പെരിമെന്റ് നിങ്ങൾ എന്ത് ചെയ്യാം? ഡിഫറെൻറ്റ് മാഗ്നറ്റ്സ് വെച്ചിട്ട് ഈ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഓരോ മാഗ്നറ്റ് കൊണ്ടുവരുമ്പോഴും വ്യത്യസ്ത ലെങ്ത്തിൽ എത്തുമ്പോഴായിരിക്കും ബ്ലേഡ് മൂവ് ചെയ്യുക. കാരണം എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് വന്നെങ്കിൽ മാത്രമേ ഇതിന് മൂവ് ചെയ്യാനുള്ള എബിലിറ്റി കിട്ടുള്ളൂ. അപ്പോൾ ഓരോ ബാർ മാഗ്നറ്റിനും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. അതുകൊണ്ടാണ് ഈ ബ്ലേഡിൻ്റെ ഡിസ്റ്റൻസിൽ മാറ്റം വരുന്നത്. നമുക്ക് എക്സ്പെരിമെൻറ്റിൻ്റെ പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ മക്കളെ. അപ്പോൾ നമുക്ക് ടേബിൾ നോക്കൂ, ഒരു 5 മാഗ്നറ്റാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഓരോ മാഗ്നറ്റും ഏത് പൊസിഷനിൽ എത്തുമ്പോഴാണ് ബ്ലേഡിന് അട്രാക്ഷൻ സംഭവിക്കുന്നത് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് വരുന്നത് എന്നുള്ള ടേബിളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മാഗ്നറ്റിൻ്റെ ശേഷിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ പവറിനനുസരിച്ച് ഇതിൽ വ്യത്യാസം വരും കേട്ടോ. ഞാൻ എടുത്തത് നോക്കൂ. ഫസ്റ്റ് മാഗ്നറ്റ് 5 cm ആയിരുന്നു സ്കെയിലിൽ. സെക്കൻഡ് മാഗ്നറ്റ് 4 cm ഇൻ ദ സ്കെയിൽ. തേർഡ് മാഗ്നറ്റ് 6 cm ഇൻ ദ സ്കെയിൽ. ഫോർത്ത് മാഗ്നറ്റ് 5.5 cm ഇൻ ദ സ്കെയിൽ. ഫിഫ്ത്ത് മാഗ്നറ്റ് 3 cm ഇൻ ദ സ്കെയിൽ. ഡോണ്ട് വീക്കൻ മീ. ഇനി മാഗ്നറ്റ് വീക്കൻ ആവുന്ന, അതായത് അതിൻ്റെ ബലം ഫോഴ്സ് കുറഞ്ഞു വരുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്നാണ് നോക്കാനായിട്ട് പോകുന്നത് മക്കളെ. ടൈം കഴിയും തോറും, അതായത് കാലങ്ങൾ കഴിയും തോറും മാഗ്നറ്റിൻ്റെ ഫോഴ്സിൽ മാറ്റം വരാം. അതിനുള്ള കുറച്ച് റീസൺസ് ആണ് പറയുന്നത്. വെൻ ത്രോൺ, വലിച്ചെറിയുന്ന സമയത്ത്. വെൻ ഡംപ്ഡ് ടുഗെദർ, എല്ലാം കൂടെ കൂട്ടിയിടുന്ന സമയത്ത്, അതായത് കൂട്ടിയിടിക്കുമ്പോൾ മാഗ്നറ്റ്സ് 2 എണ്ണം കൂട്ടിയിടിക്കുന്ന സമയത്ത്. വെൻ ഹിറ്റ് ഹാർഡ് വിത്ത് എ ഹാമർ, ഒരു ഹാമർ ചുറ്റിക ഉപയോഗിച്ച് അതിനെ അടിച്ചു പരത്തുമ്പോൾ. വെൻ ഹീറ്റഡ്, ചൂടാക്കുമ്പോൾ. ഈ ടൈമിലെല്ലാം മാഗ്നറ്റ്സിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഫോഴ്സ് കുറഞ്ഞു വരികയാണ് ചെയ്യുക. ടു റിട്ടൈൻ മാഗ്നറ്റിക് ഫോഴ്സ്, ഇനി മാഗ്നറ്റിക് ഫോഴ്സ് റീഗെയിൻ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഇഫ് magnets are dumped together carelessly, won't they lose their magnetic force loss quickly? How can this problem be solved? Observe the picture. Analyze the methods for strong magnets. How are bar magnets stored? ഈ പിക്ചർ നോക്കിയിട്ട് എങ്ങനെയാണ് ബാർ മാഗ്നറ്റ്സ് സ്റ്റോർ ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഫോഴ്സ് കുറയാതെ, മാഗ്നറ്റിക് ഫോഴ്സ് കുറയാതെ റിട്ടേൺ ചെയ്യാൻ പറ്റുക എന്നുള്ള, ലോങ് ലാസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്.
ബാർ മാഗ്നറ്റ്സ് ആർ സ്റ്റോർഡ് ഇൻ പെയേഴ്സ്. ബാർ മാഗ്നറ്റ്സ് പെയേഴ്സ് ആയിട്ടാണ് എടുത്തു വെക്കുക, അതായത് രണ്ടെണ്ണമാണ് എടുത്തു വെക്കുക. അൺലൈക്ക് പോൾസ് ഷുഡ് ബി ഓൺ ദ സെയിം സൈഡ്. അൺലൈക്ക് പോൾസ് ആയിരിക്കും സെയിം സൈഡിൽ ഉണ്ടാവുക, അതായത് നോർത്തും സൗത്ത് ഒരുമിച്ച്, സൗത്ത് നോർത്ത് അങ്ങനെ കേട്ടോ. എ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഷുഡ് ബി പ്ലേസ്ഡ് ബിറ്റ്വീൻ ടു ബാർ മാഗ്നറ്റ്സ്. ഈ രണ്ട് ബാർ മാഗ്നറ്റിൻ്റെ ഇടയിൽ ഒരു നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് വെക്കണം, അത് ലൈക്ക് വുഡോ പ്ലാസ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും. ആൻഡ് എ സ്റ്റോപ്പർ, ദാറ്റ് മീൻസ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഷുഡ് ബി പ്ലേസ്ഡ് അറ്റ് ദ എൻഡ്സ്. രണ്ട് എൻഡുകളിലും ഒരു സ്റ്റോപ്പർ വെക്കണം. സ്റ്റോപ്പർ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസും വെക്കണം. ഹൗ ഈസ് എ യു മാഗ്നറ്റ് സ്റ്റോർഡ്? ഫൈൻഡ് ഔട്ട് ദ മെത്തേഡ്സ് ടു സ്റ്റോർ അതർ മാഗ്നറ്റ്സ്. അപ്പോൾ യു മാഗ്നറ്റ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുക എന്നുകൂടെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. എ സ്റ്റോപ്പർ, ദാറ്റ് മീൻസ് എ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഷുഡ് ബി പ്ലേസ്ഡ് അറ്റ് ദ പോൾസ് ഓഫ് എ യു മാഗ്നറ്റ്. യു മാഗ്നറ്റിൻ്റെ രണ്ട് പോൾസിലുമായിട്ട് ഒരു സ്റ്റോപ്പർ വെക്കുക, അങ്ങനെയാണ് യു മാഗ്നറ്റ് സ്റ്റോർ ചെയ്യുക. ഇലക്ട്രോ മാഗ്നറ്റ്. ക്യാൻ വി മേക്ക് മാഗ്നറ്റ് യൂസിങ് ഇലക്ട്രിസിറ്റി? കറണ്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് മാഗ്നറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. യെസ്, നമുക്കൊരു എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ട മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഒരു 9 വോൾട്ട് ബാറ്ററി കണക്ടർ, പിന്നെ ഇൻസുലേറ്റഡ് കോപ്പർ വയർ, സോഫ്റ്റ് അയൺ നെയിൽ, പിൻസ്. വൈൻഡ് ദ ഇൻസുലേറ്റഡ് കോപ്പർ വയർ അറൗണ്ട് ആൻ അയൺ നെയിൽ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഒരു ഇരുമ്പാണിയിൽ കോപ്പർ വയർ ഇതുപോലെ ഇൻസുലേറ്റ് ചെയ്ത് കൊടുക്കുക. മേക്ക് ഷുവർ ടു ഹാവ് മെനി കോയിൽസ്, ഒരുപാട് കോയിൽസ് ഉണ്ടാവണം. റിമൂവ് ദ ഇൻസുലേഷൻ ഫ്രം ബോത്ത് എൻഡ്സ് ഓഫ് ദ കോപ്പർ വയർ. കണക്ട് ദീസ് എൻഡ്സ് ടു ദ ബാറ്ററി യൂസിങ് എ കണക്ടർ. ബ്രിങ് ദ ടിപ്പ് ഓഫ് ദ നെയിൽ ക്ലോസ് ടു ദ ഫ്യൂ പിൻസ്. നോട്ട് ഡൗൺ ദ ഒബ്സർവേഷൻ ഇൻ യുവർ സാൻഡ്സ് ഡയറി. എന്നിട്ട് നിങ്ങൾ ഈ കോപ്പർ വയറിൻ്റെ ഇൻസുലേഷൻ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക, ഇതൊരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് ഈ നെയിലിൻ്റെ അടുത്തേക്ക് കുറച്ച് പിൻസ് കൊണ്ടുവന്ന് നോക്കൂ, എന്താ സംഭവിക്കുക? ദ നെയിൽ വിൽ അട്രാക്ട് ദോസ് പിൻസ്. ആ പിന്നുകളെ നെയിൽ അട്രാക്ട് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ബിക്കോസ് ദ നെയിൽ ആക്ട് ആസ് എ ടെമ്പററി മാഗ്നറ്റ്. കാരണം എന്താണ്? വെൻ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ, കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഈ നെയിൽ ഒരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. Electromagnet. When electricity passes through a copper wire, a magnetic field is created around it and the nail becomes a magnet. This is an electromagnet. ഇത്തരത്തിൽ ഇത്, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ എക്സ്പെരിമെൻ്റ് തന്നെ, ഒരു കോപ്പർ വയറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഈ നെയിലിനെ ചുറ്റുമായിട്ട് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ആവും. ദിസ് ഇസ് എൻ ഇലക്ട്രോമാഗ്നറ്റ്. ഇതിനെയാണ് ഇലക്ട്രോമാഗ്നറ്റ് എന്ന് വിളിക്കുന്നത്. ഇറ്റ്സ് മാഗ്നറ്റിക് പവർ ഈസ് ടെമ്പററി. അതിൻ്റെ മാഗ്നറ്റിക് പവർ എന്താണ്? ടെമ്പററി ആണ്, പെർമനൻ്റ് അല്ല. വെൻ ദ ഇലക്ട്രിക് കറണ്ട് ഈസ് കട്ട് ഓഫ്, ദ ഇലക്ട്രോമാഗ്നറ്റ് ലോസസ് ഇറ്റ്സ് മാഗ്നറ്റിക് പവർ. നമ്മൾ അതിലേക്ക് കൊടുക്കുന്ന ഇലക്ട്രിസിറ്റി നിർത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താവും? നോർമൽ സ്റ്റേറ്റിലേക്ക് തന്നെ വരും. ഇതിൻ്റെ മാഗ്നറ്റിക് പവർ ഇല്ലാതാവും. നൗ മാഗ്നറ്റ്സ് ഇൻ ഡെയിലി ലൈഫ്. നമ്മുടെ ഡെയിലി ലൈഫ് സിറ്റുവേഷൻസിൽ എവിടെയൊക്കെയാണ് മാഗ്നറ്റ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് താഴെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, അതുവഴി കണ്ടെത്താം. നോക്കിക്കേ, ഈ പിക്ചറിൽ ആദ്യത്തേത് മാഗ്നറ്റിക് സ്ക്രൂ ഡ്രൈവറാണ്, സെക്കൻഡ് വൺ ഇലക്ട്രിക് ബെല്ലാണ്, മൂന്നാമത്തേത് പിൻ ഹോൾഡറാണ്, നാലാമത്തേത് മാഗ്നറ്റിക് ക്രെയിനാണ്, ഫിഫ്ത്ത് മാഗ്നറ്റിക് ബിൽഡിംഗ് സ്റ്റിക്സ് ബ്ലോക്സ് ആണ്, നെക്സ്റ്റ് ആറാമത്തേത് ഇലക്ട്രിക് മോട്ടോറാണ്, ഏഴാമത്തേത് ലൗഡ് സ്പീക്കർ, എട്ടാമത്തേത് മാഗ്നറ്റിക് ഡോർ സ്റ്റോപ്പർ. ഇതെല്ലാം നമ്മൾ മാഗ്നറ്റ്സ് യൂസ് ചെയ്യുന്ന, ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്ന മറ്റ് സ്ഥലങ്ങളാണ് നമ്മളുടെ MRI സ്കാനിങ് മെഷീനും, പിന്നെ മാഗ്നറ്റിക് സ്ട്രിപ്സ് ഇൻ ക്രെഡിറ്റ് കാർഡിലും ഡെബിറ്റ് കാർഡിലും ഒക്കെ ഉള്ള മാഗ്നറ്റിക് സ്ട്രിപ്സും, പിന്നെ മാഗ്ലെവ് ട്രെയിൻസും ഒക്കെ കേട്ടോ. ഇനി നമുക്ക് ലെറ്റസ് ആസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ 1, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്? താഴെ തന്നിട്ടുള്ളതിൽ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഏതാണ്? പേപ്പർ, അയൺ നെയിൽ, വുഡ്, കോപ്പർ വയർ. ഏതാണ് മക്കളെ? അയൺ നെയിലാണ് കേട്ടോ. 2, ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. താഴെ തന്നിട്ടുള്ളത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്ന് പറയാം. എ ഡിസ്ക് മാഗ്നറ്റ് ഹാസ് 1 പോൾ. ഒരു ഡിസ്ക് മാഗ്നറ്റിന് ഒരു പോളുള്ളൂ, തെറ്റാണ്. ഇറ്റ് ഹാസ് 2 പോൾസ്. ഓക്കെ. ബി, ലൈക്ക് പോൾസ് മാഗ്നറ്റ്സ് അട്രാക്ട്. ലൈക്ക് പോൾസ്, ഒരു മാഗ്നറ്റിൻ്റെ ലൈക്ക് പോൾസ് അട്രാക്ട് ചെയ്യും, തെറ്റാണ്. ലൈക്ക് പോൾസ് വിൽ റിപ്പൽ ആൻഡ് അൺലൈക്ക് പോൾസ് വിൽ അട്രാക്ട്. ഓക്കെ. സി, ദ മാഗ്നറ്റിക് പവർ ഈസ് ലോ അറ്റ് ദ മിഡിൽ പാർട്ട് ഓഫ് എ ബാർ മാഗ്നറ്റ്. ഒരു ബാർ മാഗ്നറ്റിൻ്റെ മിഡിൽ പാർട്ടിൽ മാഗ്നറ്റിക് പവർ കുറവായിരിക്കും, ശരിയാണ്. പോൾസിലാണ് മാഗ്നറ്റിക് പവർ കൂടുതൽ. ഓക്കെ. ഡി, റബ്ബർ ഈസ് എ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ശരിയാണ്, റബ്ബർ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. Question 3, during carpentry work at home, some iron nails have fallen into the sawdust. Can you suggest an easy method to separate these nails? വീട്ടിൽ കാർപ്പൻട്രി വർക്ക് നടക്കുന്ന സമയത്ത് അതിൻ്റെ പൊടിയിലേക്ക് കുറച്ച് ആണികൾ, ഇരുമ്പാണികൾ വീണു. അപ്പം അത് മണ്ണിൽ നിന്ന് വേർതിരിക്കാൻ ഉള്ള എന്തെങ്കിലും മെത്തേഡ് നിർദ്ദേശിക്കാമോ എന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് മക്കളെ നമുക്ക് വേർതിരിക്കാൻ പറ്റുക? അയൺ നെയിൽസ് ക്യാൻ ബി കളക്റ്റഡ് യൂസിങ് എ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റ് ഉപയോഗിച്ച് കളക്ട് ചെയ്യാം, അല്ലേ? Question 4, the mark indicating the pole of a magnet is missing. Suggest some methods to find out the poles. ഒരു ബാർ മാഗ്നറ്റിലെ
എന്താണ് അതിൻ്റെ മാർക്ക് നോർത്ത് പോളും സൗത്ത് പോളും അടയാളപ്പെടുത്തുന്ന മാർക്ക് മിസ്സിംഗ് ആണ്, അതായത് കാണാൻ അടയാളപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ പോൾസ് കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും മെത്തേഡ് നിർദ്ദേശിക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് 2 രീതിക്ക് അതിൻ്റെ പോൾസ് കണ്ടുപിടിക്കാം. അതിൽ ഫസ്റ്റ് മെത്തേഡ് യൂസിങ് അനദർ മാഗ്നറ്റ്, മറ്റൊരു മാഗ്നറ്റ് ഉപയോഗിച്ചിട്ട്. ടേക്ക് എ മാഗ്നറ്റ് ഹൂസ് പോൾസ് ആർ മാർക്ക്ഡ്, ബ്രിങ് വൺ എൻഡ് ഓഫ് ദ മാർക്ക്ഡ് മാഗ്നറ്റ് ക്ലോസ് ടു ദ അൺമാർക്ക്ഡ് വൺ, ലൈക്ക് പോൾസ് റിപ്പൽ, അൺലൈക്ക് പോൾസ് അട്രാക്ട്. ഇഫ് ദ മാർക്ക്ഡ് നോർത്ത് പോൾസ് pole repels the end of the unmarked magnet, that end is north and the other end is south. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം ഒരു ബാർ മാഗ്നറ്റ് എടുക്കുക, അതായത് മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ബാർ മാഗ്നറ്റ് എടുക്കുക. എന്നിട്ട് മാർക്ക് ചെയ്യാത്ത ഈ ബാർ മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് അത് കൊണ്ടുവരിക. അപ്പോൾ മാർക്ക് ചെയ്ത ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് പോള് കൊണ്ടുവരുമ്പോൾ ഇത് റിപ്പൽ ചെയ്യുകയാണെങ്കിൽ എന്താണ്, മാർക്ക് ചെയ്യാത്ത ആ മാഗ്നറ്റിൻ്റെ ആ പോള് നോർത്താണ്. അതല്ല സൗത്ത് ആണെങ്കിൽ അട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ആ പോള് സൗത്താണ്. അതായത് ലൈക്ക് പോൾ ആണെങ്കിൽ റിപ്പൽ ചെയ്യും, ലൈക്ക് പോൾ ആണെങ്കിൽ റിപ്പൽ ചെയ്യും, അൺലൈക്ക് പോൾ ആണെങ്കിൽ അട്രാക്ട് ചെയ്യും എന്നുള്ള പ്രിൻസിപ്പിളാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തത്. ഇനി സെക്കൻഡ് മെത്തേഡ് നോക്കൂ. യൂസിങ് എ മാഗ്നറ്റ് ആൻഡ് ത്രെഡ്, ഒരു മാഗ്നറ്റും ത്രെഡും ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. അതെങ്ങനെ? ഹാങ് ദ മാഗ്നറ്റ് ഫ്രീലി ബൈ യൂസിങ് എ ത്രെഡ്. എ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് ഓൾവേസ് പോയിന്റ്സ് ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ദ എൻഡ് പോയിന്റ് നോർത്ത് ഈസ് യൂഷ്വലി ദ നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ് ആൻഡ് ദ അതർ എൻഡ് ഈസ് സൗത്ത് പോൾ. നമ്മൾ എടുത്തിട്ടുള്ള ഈ മാഗ്നറ്റ് എന്ത് ചെയ്യാം, അതായത് മാർക്ക് ചെയ്യാത്ത മാഗ്നറ്റ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒരു നൂലിൽ കെട്ടിയിട്ട് ഇങ്ങനെ ഇടുക. അപ്പോൾ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്ക് പോയിന്റ് ചെയ്ത് നിൽക്കുള്ളൂ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അങ്ങനെ നമുക്ക് നോർത്തും സൗത്തും ഏതാണെന്ന് കണ്ടുപിടിക്കാം. ഇനി ക്വസ്റ്റ്യൻ 5 നോക്കൂ മക്കളെ. ഒബ്സർവ് ദ ഫിഗേഴ്സ്. ഇൻ വിച്ച് സിറ്റുവേഷൻ ഡു അട്രാക്ഷൻ ഒക്കർ, ഇൻ വിച്ച് സിറ്റുവേഷൻ ഡു റിപ്പൾഷൻ ഒക്കർ. നമുക്ക് താഴെ 5 പിക്ചേഴ്സ് വന്നിട്ടുണ്ട് മാഗ്നറ്റ്സിൻ്റെ. ഇതിൽ ഏതൊക്കെ സിറ്റുവേഷനിൽ അട്രാക്ഷൻ, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് റിപ്പൾഷൻ നടക്കുക എന്ന് എഴുതണം. നോക്കൂ, സൗത്ത് പോളും നോർത്ത് പോളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് അൺലൈക്ക് പോൾസ് ആണ്, അട്രാക്ഷൻ ആയിരിക്കും. ബി, സൗത്ത് പോളും ഒരുമിച്ച് വന്നു, സോ അത് സെയിം ലൈക്ക് പോൾസ് ആണ്, റിപ്പൾഷൻ ആണ്. സി, നോർത്ത് പോളും സൗത്ത് പോളും ആണ് ഒരുമിച്ച് വന്നത്, അൺലൈക്ക് പോൾസ് ആണ്, അട്രാക്ഷൻ ആയിരിക്കും. ഡി, സൗത്ത് പോള് ഒരു മാഗ്നറ്റിന്റെ നടുവിലേക്ക് കൊണ്ടുവരുന്നു നോർത്ത് പോളിന്റെ അടുത്തേക്ക്, അതായത് അവിടെ അട്രാക്ഷൻ ആണ് നടക്കുക. ഈ നോർത്ത് പോളും ആണ് ഒരുമിച്ച് വരുന്നത്, അത് ലൈക്ക് പോൾസ് ആണ്, റിപ്പൾഷൻ നടക്കും. എഫ്, ഒരു മാഗ്നറ്റ് മിഡിലേക്കാണ് കൊണ്ടുവരുന്നത്, അവിടെ അട്രാക്ഷൻ നടക്കും. 6th question. The key of a vehicle has fallen into the crack of a slab on the road. It can't be taken out with hands. You can see the key through the crack of the slabs. Can you suggest a method to get the key without removing the slab? അപ്പം ഒരു വണ്ടിയുടെ ചാവി, ഒരു കീ എന്ത് ചെയ്തു, റോഡിലുള്ള സ്ലാബിൻ്റെ വിടവിലൂടെ ഉള്ളിലേക്ക് വീണു. അപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, പക്ഷെ കൈ വെച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. എങ്കിൽ ആ കീ എങ്ങനെ എടുക്കാം എന്നാണ് ക്വസ്റ്റ്യൻ. The key can be taken through the crack of the slabs by using a magnet tied to a thread. ഒരു നൂലിൽ കെട്ടിയിട്ട് ഒരു മാഗ്നറ്റ് താഴേക്ക് ഇറക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ കീ സ്ലാബിൻ്റെ ക്രാക്കിനുള്ളിലൂടെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് മാർവൽ ഓഫ് ദ മാഗ്നറ്റിക് റയലം എന്നുള്ള ഈ ചാപ്റ്ററിൽ ചെയ്യാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കുട്ടികളിലൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. 6th സ്റ്റാൻഡേർഡിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്